أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യ റമളാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും അനുകൂലമാക്കി തരട്ടെ. നമ്മുടെ അമലുകൾക്ക് അല്ലാഹു എല്ലാ ആനുകൂല്യങ്ങളും തന്നനുഗ്രഹിക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടവർക്കും നമുക്കും നരകമോചിതർ എന്ന പദവി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ നോമ്പ് നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്ന ഒരു വിശുദ്ധി, ശരീരത്തിന്റെ ആരോഗ്യപരമായ ഒരു മികവിൽ മാത്രമല്ല, ആ വിശുദ്ധി നമ്മുടെ ഖൽബ് നന്നാവാനാണ് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹൃദയം നന്നാവാനാണ് അല്ലാഹു നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഹൃദയത്തിന്റെ നന്നാവൽ എന്നത് ഈമാനിന്റെ ഉത്തേജനമാണ്. ഈമാൻ എന്ന് പറയുന്ന ഒരു വലിയ അനുഭവം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഈമാൻ എന്ന വാക്കിന് കൃത്യമായ അർത്ഥം പറയാൻ തന്നെ കഴിയില്ല. ഈമാൻ ഒരു അനുഭവമാണെന്നാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അനുഭവിച്ച് അറിയുന്നത്, അനുഭവിച്ച് തിരിയുന്നത്, അത് അനുഭവിച്ചാലേ അറിയൂ, അനുഭവിച്ചാലേ അത് തിരിച്ചറിയൂ. അങ്ങനത്തെ ഒരു അനുഭവത്തെയാണ് ഈമാൻ എന്ന് പറയുന്നത്. കുഞ്ഞിലേ മുതൽ നമ്മൾ കേട്ട ഒരു വാക്കാണ് ഈമാൻ, ഈമാൻ, ഈമാൻ എന്ന്. സാധാരണക്കാരന്റെ ജീവിതത്തോട് ഈ ഒരു പ്രയോഗം വല്ലാതെ ചേർന്ന് നിൽക്കാണ്. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന വാക്ക് പരിഭാഷകൾക്കപ്പുറമാണ്. പരിഭാഷ കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ വിശ്വാസം എന്നാണ് അതിന് പറയാം. യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഏതൊരു സമുദായത്തിൽപ്പെട്ടവനും അവന്റെ ഈശ്വരനിൽ വിശ്വസിക്കാണ്. അതിനെ ഈമാൻ എന്ന് പറയാൻ പറ്റില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം എന്ന് പറഞ്ഞാലും അവിടെയും അതിന്റെ അർത്ഥം പരിപൂർണമല്ല. ഈമാൻ എന്നതിന് നാം ഇന്ന് എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്തി അതിനെ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചാലും അതിൽ പരിമിതമായ താൽക്കാലികമായ പരിചയപ്പെടുത്തലുകൾ മാത്രമാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈമാൻ എന്നത് ഒരു അനുഭവമാണ്. ഈമാൻ മധുരം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മധുരം എന്നത് പറയാനോ മധുരം എന്നത് എഴുതി അവതരിപ്പിക്കാനോ കഴിയില്ല. അത് അനുഭവിച്ചാലാണ് അനുഭവിച്ചവനോട് പറയാൻ കഴിയുക. ഈ രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനിനെ കുറിച്ചൊന്ന് ആഴ്ന്ന് ചിന്തിച്ചാൽ അതിൽ നിന്ന് കിട്ടാവുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് റമളാന്റെ നോമ്പിനെ അല്ലാഹു വെച്ചിട്ടുള്ളത്. റമളാൻ കൊണ്ട് നമുക്ക് ഈമാനിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നതാണ് നോമ്പിന്റെ ലക്ഷ്യം. 11 മാസം നമുക്കുള്ള ജീവിതം മൃഗീയതയുടെ ജീവിതം എന്നാണ് ഷാഹിദ് ഹലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11 മാസം നമുക്കുള്ളത് ഒരു മൃഗത്തെ പോലെയുള്ള ജീവിതം. നമുക്ക് നിയന്ത്രണങ്ങളിൽ വല്ലാതെ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം, ഇഷ്ടമുള്ളപ്പോൾ കിടക്കാം, ഉറങ്ങാം, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എന്തെല്ലാം വിട്ടുവീഴ്ചകളുണ്ടോ അതെല്ലാം റമളാനിൽ വരുമ്പോൾ ചില സമയത്തിൽ ആ വിട്ടുവീഴ്ചകളിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ ഇടപെടുകയാണ്. ശരിക്കും മലക്കിനെ പോലെയാക്കാണ്. മലക്കിന്റെ പ്രത്യേകത ഭക്ഷണങ്ങളില്ല, അന്നപാനങ്ങൾ, അതുപോലെ ലൈംഗികമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ അമല് ചെയ്യാൻ മലക്കുകൾ നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്നതിലേക്ക് മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരുന്ന ഒരു കാലയളവിനെയാണ് റമളാൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കാലയളവിൽ നിന്നുകൊണ്ട് മലക്കുകളെ പോലെ ആവാൻ ശ്രമിക്കുന്ന, മലക്കുകൾ ചെയ്യുന്ന പുണ്യമായ പ്രവർത്തനങ്ങളുടെ ഒരു അനുകരണത്തിലേക്ക് എത്തുന്ന ആ കാലയളവിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ.
ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പിനെ അള്ളാഹു വെച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ, ലഅല്ലക്കും തത്തഖൂൻ. എന്നാൽ ഈ ഈമാൻ എന്നത് ഏത് അർത്ഥത്തിലാണ് നമ്മൾ അതിനെ കാണുക എന്നതിലേക്കുള്ള ചിന്ത, അത് വലിയ ചിന്ത തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈമാനിന്റെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പ്, ആ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നും ഒരാൾ കടന്ന് കാല് വെച്ച് ചവിട്ടി അതിന്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിലെത്തുമ്പോഴാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കണമെന്നാണല്ലോ പറയാറ്. നമ്മുടെ ആഗ്രഹം അങ്ങനെ, ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാൻ ഒരാൾ 70 സ്റ്റെപ്പ് കയറണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈമാൻ അടിസ്ഥാനപരമായി 70 ശാഖകളാണ്. 70 ശാഖ. അതിലേറ്റവും മുകളിലെ ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിന്റെ ഏറ്റവും താഴെയുള്ള ശാഖ വഴിയിലെ തടസ്സം നീക്കലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉദാഹരണം പറയാം. വഴിയിലെ തടസ്സം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വഴിയിലെ തടസ്സം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ചില ആളുകൾ വഴിയിൽ കൊണ്ടുവന്ന് പശുവിനെ നീട്ടി അങ്ങ് കെട്ടിയിടും. ഈമാൻ കളയണ പണിയാണിത്. ചിലര് വഴിയിൽ മറ്റുള്ളവർക്ക് തടസ്സമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യും. ചിലര് വഴിയില് ആളുകൾക്ക് തടസ്സമാകുന്ന രീതിയിൽ, യാത്രക്ക് തടസ്സമാകുന്ന രീതിയിൽ കൂടി നിന്ന് വർത്താനം പറയും. ഇതിനൊന്നും പറ്റാത്തവര് അവരുടെ വീടിന്റെ കോൺക്രീറ്റിന്റെ പണി റോട്ടിലിട്ട് പരുക്കം കൂട്ടും. അല്ലെങ്കിലോ എന്തെങ്കിലും മിറ്റലോ എംസാൻഡോ കൊണ്ടുവന്ന് റോഡിനോട് ചേർന്ന് ലോഡ് ഇറക്കിയിട്ടിട്ട് പോകും. വഴിക്ക് തടസ്സം നിൽക്കരുതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാന്റെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പ് അതാ. അവിടെ നിന്ന് പലതും താണ്ടി അതിന്റെ ഏറ്റവും അവസാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടേക്ക് എത്തണം. അതിലെത്തിക്കഴിയുമ്പോഴാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ, ഈ 69 താണ്ടി 70 നിൽക്കുമ്പോഴാണ് അവൻ മരിക്കുന്നതെങ്കിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിൽ വരൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ വിചാരിച്ചത് ഏറ്റവും എളുപ്പം റോഡിലെ കല്ലും മുള്ളും, ഏറ്റവും എളുപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലും, ഏറ്റവും ബുദ്ധിമുട്ട് റോഡിലെ തടസ്സങ്ങൾ നീക്കലാണെന്ന്. അങ്ങനെയല്ല. ഏറ്റവും എളുപ്പം റോഡിലെ തടസ്സങ്ങൾ നീക്കുക എന്ന ഈമാനിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം. ഏറ്റവും ബുദ്ധിമുട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മനസ്സിനെ നിർത്തുക എന്നത്. അതിനു വേണ്ടിയിട്ടാണ് റമദാൻ ഉള്ളത്. തൗഹീദിന്റെ ഏറ്റവും താഴെയുള്ളതിൽ നിന്നും നമ്മുടെ ശ്രമങ്ങൾ തുടങ്ങിയാൽ, നമ്മുടെ ഇരുത്തം, നൃത്തം, കിടക്കൽ, വർത്തമാനം പറയൽ, ഇടപഴക്കം, എല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് യോജിക്കുന്ന രീതിയിലേക്ക് ആയിപ്പോവും. ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്തി നമ്മുടെ ഭക്ഷണം കഴിക്കൽ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനത്തെയും അള്ളാഹുവേ എനിക്ക് ഇത് ഇബാദത്താക്കാമല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് വരിക വഴി നമ്മളിൽ മാറ്റങ്ങൾ വരാണ്. അങ്ങനെ വരുമ്പോ റമദാന്റെ നോമ്പ് ആസ്വാദനമായി മാറാം. അങ്ങനെ വരുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന എല്ലാത്തിനും അള്ളാഹനെ കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال الإيمان بضع وسبعون شعبة. ഈമാൻ 70 പരം ശാഖകൾ. فأفضلها قول لا إله إلا الله. അതിലെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയും വഅദ്നാഹ അതിന്റെ ഏറ്റവും താഴെയുള്ളത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയിലെ തടസ്സം നീക്കലാണ്. ഈമാനിന്റെ ഈ 70 ശാഖകളിലെ ആദ്യത്തേതും അവസാനത്തേതും പറഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്, അല്ലെങ്കിൽ ഒരു ശാഖയാണ് വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ഈ 70-ൽപ്പെട്ട വേറെ ഒരു പ്രധാന ശാഖയാണ് ലജ്ജ എന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ 70 ചവിട്ടുപടികൾ താണ്ടി അപ്പുറത്തെത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് പ്രയാസമാണ്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട പലതിനെയും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലമാണ്. ഈമാൻ എവിടെ എന്ന് ചോദിച്ചാൽ, എവിടെ ഈമാനുള്ളത്? നോമ്പ് തുറ നടക്കുന്നിടത്ത് ഈമാനുണ്ടോ? അല്ലെങ്കിലോ പള്ളിയിലെ പൊതുയോഗം നടക്കുന്നിടത്ത് ഈമാനുണ്ടോ? അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു പൊതുവിതരണ സ്ഥലത്ത് അവിടെയുള്ള മനുഷ്യരുടെ അച്ചടക്കരഹിതമായ സ്വഭാവത്തിൽ ഒരു നല്ല കല്യാണം നടക്കാണ്, ഭക്ഷണം വിളമ്പുന്നു, എല്ലാവർക്കും തിരക്കുണ്ട്, കല്യാണ പന്തലിൽ സ്വാഭാവികമായും തിരക്ക്, അവിടെ ഈമാന്റെ പ്രകടനം കാണാനുണ്ട്. ഒരു സ്ഥലത്തും നമ്മൾ ക്ഷമ കെട്ടവരായി പോകും. ഹജ്ജിന് പോലും
അത്രയും പവിത്രമായ അമലിന്റെ ഇടയിൽ പോലും മിനയിലും മുസ്ദലിഫയിലും ഒക്കെ ചില മനുഷ്യരുടെ സ്വഭാവങ്ങൾ, തവാഫിന്റെ ഇടയിൽ പോലും ചിലരുടെ സ്വഭാവങ്ങൾ, കൂടിക്കലർന്ന് ചെയ്യുന്ന ഇബാദത്തിന്റെ ഞെരുക്കത്തിൽ ചിലരുടെ സ്വഭാവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് ഇവരൊക്കെ എന്തിനു വന്നു ഇങ്ങോട്ട് എന്ന. അത്രത്തോളം ഓരോ മനുഷ്യരും അവരവരുടേതായ സൗകര്യങ്ങളിൽ കുറവ് വരുമ്പോൾ സ്വാർത്ഥംബരികളായി മാറാം. ഈമാൻ എന്നത് നമ്മുടെ സൗകര്യങ്ങൾക്ക് വിഘാതം വരുന്നിടത്ത് ഈമാൻ നമുക്ക് ഇല്ലാതെ പോവാണ്. കേട്ടോളൂ, ലോകം അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവാം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഈമാൻ മക്കയിലും മദീനയിലുമായി പരിമിതപ്പെടുമത്രേ. ഈമാനുള്ളവർ അവിടെ മാത്രം പരിമിതപ്പെടും എന്ന് പറഞ്ഞാൽ സൗദിയിലുള്ള അറബികൾക്കാണ് ഈമാൻ എന്നുള്ളതിനർത്ഥം. ഈമാനുള്ളവർ എവിടെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മസ്ജിദുൽ ഹറമിലിരുന്ന് ഇങ്ങനെ കരഞ്ഞു ദുആരക്കുന്ന ആളായിരിക്കും. ഈമാനുള്ളവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ലബ്ബൈക ചൊല്ലിക്കൊണ്ട് ഹജ്ജിന്റെയും ഉംറയുടെയും അമൽ ചെയ്യുന്ന ആ പാവങ്ങളായിരിക്കും. ഈമാനുള്ളവർ എവിടെയെന്ന് ചോദിച്ചാൽ സ്വലാത്ത് ചൊല്ലിയിട്ട് പരിശുദ്ധ മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നു പോകുന്ന ചിലരെ കണ്ടാൽ അവിടെ ഉള്ളിരിക്കും. ഈമാനുള്ളവർ എവിടെയെന്ന് ചോദിച്ചാൽ വിശാല വിസ്തൃതമായ നമ്മുടെ പള്ളിമുറ്റത്തോ പരിസരത്തോ കൂടി നിൽക്കുന്ന തലയിൽ തൊപ്പിവെച്ചവരെയും അല്ലാത്തവരെയും കണ്ടാൽ ഈമാൻ ഉള്ളവർ എന്ന് പറയാൻ പറ്റാത്തൊരു കാലം വരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രൂപത്തിൽ മാത്രമേ ഇസ്ലാമുള്ളൂ, ഉള്ളിലില്ല. ഒരിക്കലും ഒരു ഹദീസിൽ പറഞ്ഞല്ലോ, അരുവിയുടെ അരികിൽ വെച്ച് ഇരിക്കുന്ന കല്ല് പോലെ നിങ്ങളാവല്ലേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അരുവിയിലെ അരികിലെ കല്ല്, അരുവിയിലെ വെള്ളം ഇങ്ങനെ ഓളം തള്ളുമ്പോൾ അതിൽ നനവ് വരുന്നുണ്ട്, കല്ലിന്റെ ഉള്ളിൽ അത് കയറുന്നില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവല്ലേ, ഉള്ളിലേക്കായി ഇറങ്ങേണ്ടത്. രൂപം കൊണ്ട് മാത്രം മനുഷ്യർ പരിമിതപ്പെട്ടു പോകുന്ന ഒരു കാലമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലോകാവസാനത്തിന്റെ ഒരു അടയാളം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم إن الإيمان ليئرز إلى المدينة كما تئرز الحية إلى جحرها. ഈമാൻ എന്നത് അതിന്റെ അഭയകേന്ദ്രമായ മദീനയിലേക്ക് തിരിച്ചു പോകും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലും മദീനയിലുമായി ഈമാൻ പരിമിതപ്പെടും. ഏതുപോലെ ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് അഭയം പ്രാപിക്കുന്ന പോലെ ഈമാനുള്ളവർ എവിടെ എന്ന് ചോദിച്ചാൽ അത് മദീനയിലും മക്കയിലുമാണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിൽ ആളുകൾ പരിമിതപ്പെട്ടു പോകും. ആളുകളുണ്ടോ? ഉണ്ട്. ആ കാലഘട്ടത്തിൽ കുളച്ചണ്ടി പോലെ ആ മനുഷ്യൻ അതിങ്ങനെ ഒഴുക്ക് വെള്ളത്തിൽ നിലനിൽപ്പില്ലാതെ ഒഴുകിപ്പോകേണ്ടി വരും. അങ്ങനെയാണ്. അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവുണ്ട് നബിയെ. ഇല്ല സ്വഹാബ, നിങ്ങൾ എണ്ണത്തിൽ കുറവില്ല. നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാ സമീപിക്കുന്നതെന്നറിയുമോ? പാചകം ചെയ്ത് ചൂട് വമിക്കുന്ന ഭക്ഷണം കൊണ്ടുവന്ന ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചാൽ ചുറ്റുഭാഗത്തും കഴിക്കാൻ വന്നിരിക്കുന്നവർ ആ പാത്രത്തിലേക്ക് ഭക്ഷണത്തിനായി കൈ നീട്ടുന്ന പോലെ നിങ്ങൾക്ക് നേരെ പുറത്തു നിന്ന് കൈ നീട്ടലുകൾ സംഭവിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനുണ്ട്. പേരുകൊണ്ട് ഈ അടുത്ത ദിവസം ഞാൻ ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തിന്റെ ചെമ്മീന്റെ ബിസിനസ്സാണ്, വലിയ ബിസിനസ്സാ. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വാഹനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഇസ്ലാമികമായ ബന്ധമുള്ള ഒരു പേര് വെച്ചുകൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വെച്ചാ ഇത് റോഡിലൂടെ ഓടിക്കുന്ന പ്രയാസ, കാരണം ചെക്കിങ് കൂടും. അതുകൊണ്ട് ഒരു ഹൈന്ദവ നാമവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നെയിം അതാ. കൊല്ലം ജില്ലയില് ഒരിക്കൽ ഒരു സഹോദരനെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് ശാന്തി എന്നാണ്. ശാന്തി എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര്. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും അറിയപ്പെട്ട ഒരു നല്ല ഇസ്ലാമികമായ കൾച്ചറുള്ള ഒരു ഫാമിലി, എന്താ ശാന്തി എന്ന് പേര്? ആദ്യം അത് സലാമ എന്നായിരുന്നു പേര്. സലാമ തീർന്നു. അങ്ങനെ ഒരു പേരിട്ട മദ്രസാവണിയുടെ പിരിവുകാരും ഇവരൊക്കെ കൂടിയിട്ട് അങ്ങ് വന്നാകെ തവിട്ട് പൊടിയാക്കും. അത് മാറ്റി ഞാൻ ശാന്തി എന്നാക്കിയപ്പോ വലിയ സമാധാനം ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. സലാമ എന്നതിന്റെ മലയാളമാണ് ശാന്തി. രണ്ടും അങ്ങനെയാണ്. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ചോദിച്ചപ്പോ പറഞ്ഞത് സുഗന്ധി എന്നാണ്. അപ്പൊ ഞാൻ സുഗന്ധിയോ? അത് അറബിയിലേക്ക് ആക്കിയാൽ ഷമീമ.
അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിലൂടെ വേറെ ഒരു ആശയത്തെ ജനിപ്പിക്കുന്ന പോലെ ഒരു തെറ്റിദ്ധാരണ, അതുപോലും മനുഷ്യർ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ലോകാവസാനത്തിന്റെ അടയാളമായി നമ്മുടെ ഇടയിലെ രൂപവും കോലവും മാത്രം അവശേഷിക്കുന്ന ഈമാനില്ല. ഈമാൻ പോയി, മദീനയിലേക്ക് പോയി. അങ്ങനെ ഒരു കാലമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഈമാനിനെ വർദ്ധിപ്പിക്കാനാ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് റമദാൻ ഇറങ്ങേണ്ടത്. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം ബൈഹഖി ഇവിടുത്തെ സ്വഹീബിൽ പറയുന്നു, അന്നലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസികു അൻ യഅതിയ അലന്നാസി സമാൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. അന്ന് ഇസ്ലാമുമായി അവന് ബന്ധമുള്ളത് അവന്റെ പേര് മാത്രമാണ്. അവന് ഇസ്ലാമുമായി ആകെ ബന്ധം പേര് മാത്രം. അവനെ പള്ളിയിലും കാണും, സിനിമയിലും കാണും. ഇപ്പൊ പള്ളിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. മിനിഞ്ഞാന്ന് നോമ്പ് തുറക്ക് വലിയ തിരക്കായിരുന്നു. അവനെ എല്ലായിടത്തും കാണും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനുമായുള്ളവന്റെ ബന്ധം എന്തെന്ന് ചോദിച്ചാൽ അവനൊരു മുസ്ഹഫ് എടുത്ത് തുറന്നിട്ട് അതിന്റെ അക്ഷരങ്ങൾ കാണിക്കും, ദേ ഇത് ഇത്രേ ഉള്ളൂ. അത് ആ പേജിൽ മാത്രം അവന്റെ ജീവിതത്തിലില്ല. അങ്ങനത്തെ ഒരു കാലത്ത് മസാജിദുഹും ആമിറാ, പള്ളികൾ നല്ല മനോഹരമായിരിക്കും ആ കാലഘട്ടത്തിൽ. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ, പള്ളിയിൽ പോയതിന്റെ പേരിൽ ഒരാൾ നന്നാവാത്ത കാലമായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പള്ളിയിൽ പോയതിന്റെ പേരിൽ നന്നാവാത്ത കാലം. അങ്ങനെയാണ് ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഒരാൾ കണ്ടെത്തി. അദ്ദേഹത്തിൽ പറയപ്പെട്ടതായ നല്ല ലക്ഷണങ്ങൾ എല്ലാ വഖത്തിനും പള്ളിയിലുണ്ടെന്ന. അപ്പോൾ അതേ പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ വരുന്ന ഒരു ഡ്രൈവർ സഹോദരൻ പറഞ്ഞു, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എന്റെ കൂടെ ഒന്ന് വരണം, ആ ചെറുപ്പക്കാരൻ പള്ളിയിലുണ്ട്. ഇശാ കഴിഞ്ഞ് അദ്ദേഹം പോകുന്ന വഴിയിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഒരു പണ്ഡിത കുടുംബത്തിലെ പെൺകുട്ടി ആ സഹോദരനെ വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കാം. ഇശാ നിസ്കരിക്കാൻ ചെന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞവൻ പുഴയുടെ അരികിലൂടെയുള്ള വഴിയിലൂടെ ആ വീട്ടിലേക്ക് പോവാ. മഹല്ല് ഞാൻ പറയുന്നില്ല. ഈ ഡ്രൈവർ സഹോദരൻ ആ പുഴയില് മണൽ വരുന്ന പണിയുണ്ടായിരുന്നു. അപ്പോ ഈ കടവത്ത് വഞ്ചിക്കാരിരിക്കുന്ന ഒരു ചെറിയ വഞ്ചിപ്പുര, ഇന്നലെ മിനിഞ്ഞാൻ നടന്ന കാര്യമല്ലട്ടത്, കുറച്ചു നാളായി. ആ വഞ്ചിപ്പുരയുടെ ഭാഗത്ത് ആരുമില്ലാത്ത സമയത്ത്, ഇശ കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ പോയാൽ ആരുമില്ലാത്ത സമയത്ത് മടിയിൽ നിന്നും ഒരു ചെറിയ കുപ്പി പൊട്ടിച്ചിട്ട് 2 ഔൺസ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവാൻ. അങ്ങനെ എന്തെങ്കിലും കഴിച്ചു പോയതിന്റെ പേരിൽ അത് മദ്യമാണെന്ന് ഉറപ്പിച്ചില്ല. പക്ഷെ വലിച്ചെറിഞ്ഞ കുപ്പി പരിശോധിച്ചു. അതിനുശേഷം ഉറപ്പിച്ചു. ഇശ നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന ആളെ കുറിച്ചാണ് വളരെ കൃത്യമായ ഒരാൾ വേദനയോടുകൂടെ പറഞ്ഞ ഒരു കഥയാണിത്. ഒരു പള്ളിയിൽ ഒരിക്കൽ ഒരാളെ അസ്ർ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചതിന് നാട്ടുകാർ കൈകാര്യം ചെയ്തു. അന്ന് മുക്രിക്കുണ്ടായില്ല, പകരം വാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചു. മുപ്പര് കുറച്ചാളായിട്ട് പള്ളിയിലുണ്ട്. നല്ലോണം മുപ്പര് വയറ് നിറച്ച് മദ്യപിച്ച് വന്നിട്ടാണ് അസ്ർ നിസ്കരിക്കാൻ വന്നത്. വാങ്ക് വിളിച്ചത് കള്ളു കുടിച്ച് വാങ്ക് വിളിച്ചു. എറണാകുളം ജില്ലയിൽ ഒരു മഹല്ലിൽ. ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അന്നത്തെ പള്ളികൾ മനോഹരമാണ്, പരിപാലനത്തിന് ആളുകൾ ഏറെയുണ്ട്. ആ പള്ളികൾ പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഖറാബും മിനൽ ഹുദാ, പള്ളിയിൽ പോയതിന്റെ പേരിൽ അന്ന് ആളുകൾക്ക് ഈമാൻ ഉണ്ടായെന്ന് വരില്ല. പള്ളിയിൽ പോയതിന്റെ പേരിൽ അയാൾ നന്നായെന്ന് വരില്ല. അങ്ങനത്തെ ഒരു കാലം ഖിയാമത്ത് നാളിന്റെ മുന്നേ ഉണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീബുൽ ഈമാനിൽ ഇമാം ബൈഹഖി ഹദീസ് പറയുന്നതായി കാണാം. അങ്ങനെയാണ് മനുഷ്യരുടെ ഒരു ക്രൈസിസ്. ലോകാവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ലോകാവസാനത്തിന് മുമ്പുള്ള റമദാൻ നമ്മോട് എത്ര വട്ടം പറയുന്നു, നിന്റെ ഖൽബൊന്ന് നന്നാക്കാൻ. ഞാൻ ചില താരതമ്യങ്ങളായി പറയുന്നത്, ആരെ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് ഓർമ്മപ്പെടുത്താം. അങ്ങനെയല്ല, നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കുമ്പോ ആ കണ്ടുക്കുന്ന ആൾ പറയും സൂക്ഷിക്കണം കേട്ടോ. എന്തേ എടോ, ആ
മൂർച്ചയുള്ള ബ്ലേഡ് അല്ലെങ്കിൽ കത്തി നല്ല മൂർച്ച ഉണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിക്കണം. അത് എടുത്താക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും ആ പറച്ചിലൊന്ന് ഓർമ്മപ്പെടുത്തുന്ന പോലെ ഈ കാലഘട്ടത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ഗസാലി അവിടുത്തെ മുക്കാശഫയിൽ ഒരു ഹദീസ് പറയുന്നു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസാ. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. 5 കാര്യങ്ങളോട് ജനങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടത്തോടൊപ്പം തന്നെ 5 കാര്യങ്ങൾ അവൻ മറന്നു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങളെ അവൻ മറന്നു പോകും. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഒന്നാമത്തേത് യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. ഒരു ദുനിയവിയായ ആവശ്യം നമ്മുടെ മുന്നിലുണ്ട്, ആഖിറത്തിന് ഗുണം കിട്ടുന്ന ഒരു ആവശ്യവുമുണ്ട്. ഒരേ സമയം ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ദുനിയാവിന്റെ ആവശ്യത്തിന്റെ പിന്നാലെ പോകും, ആഖിറത്തിന്റെ ആവശ്യത്തെ മനുഷ്യൻ മറന്നു കളയും. ഇത് ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന കാലമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സമയമിൽ പല കാര്യവും അണിനിന്നാൽ മുൻഗണന പരലോകത്തിനാകണമെന്ന മഹാനായ തഴവപാടി ഇതെങ്ങനെയാ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇഹ്റസ് ലിദുനിയാക കഅന്നക തഈശു അബദാ വഹിറസ് ലിആഖിറതിക കഅന്നക തമൂതു ഗദാ. സയ്യിദുനാ റസൂലുള്ളാഹി. ദുനിയാവിന്റെ കാര്യം ചെയ്യാൻ നീ തീരുമാനിക്കുമ്പോൾ നീ എന്നും ഇവിടെ ഉണ്ടാവണം, എന്നും ഉണ്ടല്ലോ എന്ന തോന്നലിൽ ചെയ്താൽ മതി. ദുനിയാവിന്റെ കാര്യം അങ്ങനെയാ, നാളെ മറ്റന്നാൾ ചെയ്താലും മതി, ദുനിയാവല്ലേ. എന്നാൽ ആഖിറത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ കഅന്നക തമൂതു ഗദാ, നാളെ നീ മരിച്ചു പോകുമെന്ന ചിന്തയിൽ ചെയ്താൽ ഇന്നത് ചെയ്യൽ നടക്കൂ. ആഖിറത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. ഒരു സമയമിൽ പല കാര്യവും അണിനിന്നാൽ മുൻഗണന പരലോകത്തിനാകണമെന്ന ബാങ്കിന്റെ സമയത്താണ് ജുമുഅ വാങ്ക് പ്രാധാന്യമെങ്കിൽ ജുമുഅ പിന്നെ ബാങ്ക്. ഉദാഹരണം പറഞ്ഞത്, ബാങ്കിലും പോണം ജുമുഅക്കും പോണം, ബാങ്കിലും പോണം ജുമുഅക്കും പോണം. ജുമുഅക്ക് പോണ വഴിക്കാണ് ബാങ്കിൽ പോകേണ്ടത്. അപ്പോഴാണ് വാങ്ക്, ജുമുഅയുടെ ആള് കൂടാൻ വേണ്ടിയുള്ള ആദ്യത്തെ ലോഹറിന്റെ നേരത്തുള്ള വാങ്ക്. നേരത്തെ പള്ളിയിലെത്തിയാൽ ഒട്ടകത്തെ അർത്ഥം കൊടുത്ത കൂലിയുണ്ട്, ആടിന് അർത്ഥം കൊടുത്ത കൂലിയുണ്ട്. എന്തായാലും കാശ് കൊടുത്ത് നമ്മളത് ചെയ്യൂല. ആ കൂലി കിട്ടാനുള്ള പണിയിലേക്ക് പോവാ ആദ്യം, പിന്നെ പോയാൽ മതി ബാങ്കിൽ. തിങ്കളാഴ്ച പോയാലും മതി. സത്യത്തിൽ ഇയാള് ബാങ്കിൽ പോകാൻ ഇറങ്ങിയ വെള്ളിയാഴ്ച ആയിരിക്കുമല്ലോ, കാരണം ജുമുഅ ഉണ്ടായത്. അങ്ങനെയാണ്. ദുനിയാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യവും ഒരുമിച്ച് വരുമ്പോൾ ദുനിയാവിന്റെ കാര്യത്തെ മനുഷ്യൻ ഇഷ്ടപ്പെട്ട് അതിന്റെ പിന്നാലെ പോകും. ഒരു വീട് പാർക്കലിന്റെ പേരിൽ എത്ര വഖത്ത് നിസ്കാരം ഖളാ ആക്കുന്നവരാ, ഒരു കല്യാണത്തിന്റെ പേരിൽ എത്ര വഖത്ത് നിസ്കാരം ഖളാ ആക്കുന്നവരാ. ഒരു മണവാട്ടിയെ അണിയിച്ചൊരുക്കുമ്പോൾ ആ ചമൽക്കാരങ്ങളുടെ ഇടയിൽ ആ പൊന്നുമോളെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്നും ആളെ കൊണ്ടുവന്ന് അണിയിച്ചൊരുക്കി എത്ര മണിക്കൂറാ കുഞ്ഞുമോള് ഭക്ഷണം കഴിക്കാതെ, നിസ്കരിക്കാതെ, കുളിക്കാതെ, ഇട്ടിരിക്കുന്ന മെഹന്തി പോവാതെ, ഒതുടുത്താ പോവൂലോ. എത്ര ദിവസം ഒരു കല്യാണത്തിന്റെ പേരിൽ നിസ്കാരം ഖളാ ആകുന്നു. ഇങ്ങനത്തെ ഒരു കാലം ഖിയാമത്തിന്റെ അടയാളമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 കാര്യങ്ങളെ ആളുകൾ ഒരുമിച്ച് പിടിക്കുമ്പോൾ 5 കാര്യത്തെ മറക്കും. അതിൽ ഒന്ന് ദുനിയാവാണ്, അതോടൊപ്പം മറന്നു പോകുന്നത് ആഖിറമാണ്. രണ്ടാമത് പറഞ്ഞു വയുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. പണത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടും, പക്ഷെ അതിനെപ്പറ്റിയുള്ള ഹിസാബ് ഉണ്ട് നാളെ മഹ്ശറയിൽ, അത് മറന്നു പോകും. ഇന്ന് ഏൺ ചെയ്ത് പണമുണ്ടാക്കാൻ എത്ര മാർഗങ്ങളാണ്, എത്ര ഗെയിമുകളാ, റമ്മി ടൂർണമെന്റുകൾ, ആപ്ലിക്കേഷനുകൾ. റൈറ്റിൽ ആളെ കയറ്റിയാൽ ലെഫ്റ്റിൽ ആളെ കയറ്റിയാൽ ഇത്താടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കാശ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുണ്ട് ചില ബിസിനസ്സുകൾ, അങ്ങനെയുണ്ട്. കുല്ലു ഖർളിൻ യജ്ലിബു മൻഫഅതൻ ഫഹുവ റിബൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ചില ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നത് പലിശ, നമ്മളത് അറിയുന്നില്ല. ഫിക്സഡ് ആയിട്ട് ചിലതിങ്ങനെ മാസാമാസം വരാം. മനുഷ്യരറിയുന്നില്ല പണം സമ്പാദിക്കാൻ ഇഷ്ടം പോലെ മാർഗമാണെന്ന്. ഏൺ ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഏത് വഴിയെയും മനുഷ്യൻ ഉപയോഗപ്പെടുത്തും. ഏത് വഴിയും ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കൃത്യമായിരുന്നു, അത് വാഴ വെച്ചതിന്റെ കൊല വെട്ടിയത് കൊണ്ട് കിട്ടിയ പണമാണ്. 11 മാസം ഒരു ഏത്തവാഴ വെച്ചിട്ട്, ഒരു നേന്ത്രവാഴ വെച്ചിട്ട് കാത്തിരുന്നിട്ട് കിട്ടിയത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഉടൻ പണമാണ്, ഉടൻ പണം പരിപാടിയാണ്. മനുഷ്യർ പണത്തിന്റെ പിന്നാലെ പോകും, പക്ഷെ ഹിസാബ് മറക്കും. ഹിസാബ് മറക്കും. ഇത് എങ്ങനെ വന്നു എന്റെ കയ്യിൽ എന്ന ചിന്തയില്ല. ഇത് എങ്ങനെയാടാ നിന്റെ കയ്യിൽ എന്ന ചോദ്യം അല്ലാഹു ഉന്നയിക്കുമെന്ന ചിന്തയില്ല. അങ്ങനത്തെ കാലമാണ്. വയുഹിബ്ബൂനൽ ഖൽഖ, മൂന്നാമത് പറഞ്ഞു വയുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. ജനങ്ങൾ അങ്ങുമിങ്ങും സൗഹൃദത്തിൽ വല്ലാത്ത കൂട്ടായ്മകൾ ഉണ്ടാകും. പക്ഷേ അതോടൊപ്പം ഖാലിഖായ അല്ലാഹുവിനെ മറന്നു പോകുന്ന കാലം. 60 വയസ്സുള്ള ഉമ്മയുടെ ഫോൺ വാപ്പ വലിച്ചെറിഞ്ഞു, വലിയ പ്രശ്നമായി. ഞാൻ സ്വാഭാവികമായും ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഞാൻ വിളിക്കാൻ കാരണം മുപ്പര വിളിച്ചിട്ട് കിട്ടാനായിട്ടാണ്. അപ്പൊ പറഞ്ഞു, അതൊരു കഥ ഉസ്താദ്, പിന്നെ പറയാമെന്ന്. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, എന്താ ഇത്താടെ ഫോൺ എന്താ അത്ര പ്രശ്നം? ഇത്താണെ ആകെ വാടിക്കൊഴഞ്ഞിരിക്കാണല്ലോ. ഒന്നുമില്ല, അവരുടെ അന്ധകാലത്തെ SSLC ബാച്ച് ഒന്ന് കൂടി, അതിനുശേഷം കഞ്ഞിയും കൂട്ടാനും വെക്കില്ലല്ലോ, ഇവിടെ ഫോൺ ചെയ്യില്ല. സൗഹൃദങ്ങൾക്ക് വല്ലാത്ത വില കൽപ്പിക്കുന്നു. ബന്ധങ്ങൾക്ക് വേണ്ടി പഴയ ബാച്ചുകൾ ഒന്നുകൂടി ഒത്തുകൂടുന്നു. ഈ അടുത്ത് ഞങ്ങളുടെ മഹലിലൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഒത്തുകൂടി കൊടുത്തുനിന്ന് 2 ആൾക്കാർ അപ്പൊ തന്നെ വീണ്ടും ഒത്തുകൂടി. അവര് ഹിജറ പോയി, പിള്ളേരും കുടുംബവും ഒക്കെ അവിടെ ഇട്ടിട്ടൊരു പോക്കങ്ങോട്ട് പോയി. അങ്ങനെ കാണുമ്പോ പഴയ കാലത്ത് ആ ഓർമ്മകളൊക്കെ വരും. അങ്ങനെയാണ് മനുഷ്യന്മാരുടെ സൗഹൃദങ്ങൾ വർദ്ധിക്കും, അള്ളാഹുവിനെ മറക്കും. അങ്ങനത്തെ കമ്പനി കൂടും, പക്ഷെ അള്ളാഹിനെ മറക്കും, ട്രിപ്പുകൾ പോകും. അങ്ങനത്തെ ഒരു കാലം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, 4ാമത്തെ കാര്യം യുഹിബ്ബൂനദ്ദുനൂബ വയൻസൗനത്തൗബാ. പാപകരമായ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യർക്ക് ആഗ്രഹം കൂടും. അത് പാപമാണെന്ന് ചിന്തിക്കൂല. ഹായ് ഉറങ്ങിയോ? ഇല്ല. എന്താ ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല. ചാറ്റിങ്ങിന്റെ ആദ്യ ലഫ്ളുകൾ എങ്ങനെയാ? പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് കടന്നു. അള്ളാഹുവെ, ഞാൻ ചെന്ന് ചേരുന്നത് ഒരു കടലിന്റെ ആഴങ്ങളിലേക്കെന്ന പോലെ ആദ്യം ഞാൻ കാലുവെച്ചോടത്തിന്റെ ചെരുപ്പ് നനയുന്ന തിരമാലയുടെ പതയിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ എന്റെ അരവരയായി വെള്ളം, അപ്പുറത്തേക്ക് എന്റെ കഴുത്ത്. ഇനി അതിനപ്പുറത്തേക്ക് എനിക്ക് തിരിച്ചു നീന്താൻ, ഒരു നന്മയിലേക്ക് കരക്കടുക്കാൻ കഴിയാത്ത വിധം ഞാൻ ഹറാമിലേക്ക് പോകൂലോ? തോന്നൂല. ഇബ്ലീസ് ആ സമയത്ത് സഹായിച്ചു കൊണ്ടിരിക്കാം. ഇബ്ലീസ് സഹായിക്കും. ഹാബീലിനെ കൊല്ലാൻ നേരത്തെ എങ്ങനെയാ കൊല്ലുന്നതെന്ന് ഇബ്ലീസ് കാണിച്ചു കൊടുത്തു, സഹായിച്ചു. 2 കല്ലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഒരു പ്രാവിനെ വെച്ചിട്ട് 3ാമത്തെ കല്ല് വെച്ചിട്ട് ഇടിച്ച് തല പൊട്ടിച്ചാ കൊല്ലുന്നതെന്ന് ഇബ്ലീസ് കാണിച്ചു കൊടുത്തു. ഹാബീലിനെ അങ്ങനെയാ കൊന്നത്. സൂറത്തുൽ അഅറാഫിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആ മയ്യത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മഹാനായ ഹാബീലിന്റെ മയ്യത്ത് ഖാബീൽ തോളിലിട്ടുകൊണ്ട് നടന്നു 1 വർഷം. ആ വർഷം ആദം നബി ഹജ്ജിന് പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നത്. പരിശുദ്ധ ഹറമിൽ നിൽക്കുമ്പോൾ അതുവരെ കാറ്റിങ്ങനെ വരുമ്പോ കാറ്റ് മാത്ര അനുഭവിക്കാൻ കഴിഞ്ഞത്. പിന്നെ കാറ്റിൽ പൊടിപടലങ്ങൾ കാണാൻ തുടങ്ങി. പരിശുദ്ധ ഹറമിലെ ചില ചെടികളിൽ മുള്ളു മുളയ്ക്കാൻ തുടങ്ങി. മധുരമുള്ള പല പഴങ്ങൾക്കും അന്ന് മുതൽക്ക് കയ്പ് വരാൻ തുടങ്ങി. ആദം നബി പറഞ്ഞു, ഭൂമിയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടേ, മറ്റൊന്നുമല്ല, പൊന്നുമോനെ കൊല ചെയ്തിട്ടുണ്ടേ. 1 കൊല്ലം മയ്യത്ത് തോളിലിട്ട് നടന്നു. ഇത് എങ്ങനെയാ മറവ് ചെയ്യാന്നറിയില്ല. ആദ്യത്തെ മയ്യത്ത് എങ്ങനെ മറവ് ചെയ്യണം ഇബ്ലീസ് അത് പഠിപ്പിക്കാൻ വന്നില്ല. എന്തുകൊണ്ട്? മയ്യത്ത് മറവ് ചെയ്യുക എന്നത് മനുഷ്യനെ ബഹുമാനിക്കില്ല. മയ്യത്ത് വരുമ്പോ എണീറ്റ് വെക്കും,
മയ്യത്തിനെ ആദരവോടുകൂടെ നമ്മൾ സമീപിക്കും, മയ്യത്തിനെ സ്നേഹത്തോടുകൂടെ സമീപിക്കും, മയ്യത്തിന് നോവാതെ വളയാതെ ഖബറിലേക്ക് ഇറക്കി വെക്കും. മയ്യത്തിനെ ആദരിക്കലാണത്, ഫർദ് കിഫയായ അമലാണിത്. മയ്യത്തിനെ ആദരിക്കല്, മറവ് ചെയ്യല്, അത് ഇബ്ലീസ് പഠിപ്പിക്കല്, അത് ഇബാദത്താണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ മനുഷ്യന്റെ കൂടെ ഇബ്ലീസ് ഉണ്ട്. റമദാൻ വന്നത് ഇബ്ലീസിനെ കെട്ടിയിട്ടു എന്ന് പറയാനാ. എന്നിട്ടും നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇബ്ലീസിനെ കെട്ടിയിട്ടോടത്ത് തന്നെ നമ്മളെയും കെട്ടിയിട്ടിരിക്കാം. രണ്ടാളും ഒരു തൊഴുത്തിലെ രണ്ടാളും ഉള്ളത്. നമ്മൾ ഇപ്പോഴും കെട്ടിയിട്ടിരിക്കുന്ന പിശാചിന്റെ അടുത്ത് തന്നെ പോണത്. അപ്പൊ ഉറപ്പായിട്ടും അവന്റെ ശല്യമുണ്ടാവും, ഉറപ്പായും അവന്റെ ശല്യം ഉണ്ടാവും. അവന്റെ ശക്തി കുറച്ച് അവന്റെ സ്ഥലത്ത് അള്ളാഹു മാറ്റി കെടുത്തിയിരിക്കുക. പോണവർക്ക് പോവാം. സ്വർഗത്തിലേക്ക് ഒരു വഴി തുറന്നിരിക്കുക. റമദാനിൽ ഒരു ഓഫറാണിത്. അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കൂടെ കൂടി അങ്ങോട്ട് എത്തി നടക്കൂല. സമയം അതിന്റെ ആ പീരീഡ് കഴിയും. 30 ദിവസമേ ഉള്ളൂ. ഒരു മെഗാ ഓഫർ വെച്ചിരിക്കാം. അപ്പോഴുണ്ട് മൂപ്പരിലാണ് നമ്മൾ പോവില്ല എന്ന് തീരുമാനിച്ച അങ്ങോട്ട് പോവാ, മൂപ്പരുടെ കൂടെ കൂടാ. കെട്ടിയിട്ടോടത്തിൽ നമ്മളെയും കെട്ടിയിട്ടിരിക്കുക. അത് നമ്മൾ തെറ്റ് ചെയ്യണത്. ഏതായാലും കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അഞ്ചാമത്തെ കാര്യം അതാ ആ അഞ്ചാമത്തെ കാര്യം, 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടുമ്പോ 5 കാര്യം മറക്കൂ എന്ന് പറഞ്ഞതിൽ 5-ാമത്തെ കാര്യം യുഹിബ്ബൂനൽ ഖുസൂർ. കോൺക്രീറ്റ് മന്ദിരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. വയൻസൗനൽ മഖ്ബറ, സ്വന്തം ഖബർ മറക്കും. ഇന്നൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ എന്തൊരു ക്രൈസാണ്. ഒരു വീടെന്ന് പറഞ്ഞാൽ അവന്റെ വസ്ത്രം പോലെ, ഒരു വീടെന്ന് പറഞ്ഞാൽ തന്റെ വസ്ത്രം പോലെ. തന്റെ അളവിനെ അത് പറ്റൂ. അധികമായാലും പ്രയാസവസ്ത്രം, ഇടുങ്ങിയാലും പ്രയാസവസ്ത്രം. സ്വന്തം ശരീരത്തിന്റെ അളവിൽ വസ്ത്രമടിക്കുന്ന പോലെ, വസ്ത്രം തച്ചെടുക്കുന്ന പോലെ ആവണം അവനവന്റെ വീട് എന്ന് മഹാന്മാരെ പഠിപ്പിക്കാം. ആ വസ്ത്രം നിനക്ക് ഒരായുസ്സിനുള്ളതാണ്. ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു ആയുസ്സിന്റെ സന്തോഷമാ. എത്ര തരം ആപ്ലിക്കേഷൻ എന്ന് പുതിയ ഡിസൈൻ. വീടേൽ ഒരു മനുഷ്യൻ പൊടിക്കുന്ന പൈസ 50 ലക്ഷം കയ്യിലുള്ള ക്രിസ്ത്യാനി 15 ലക്ഷത്തിന്റെ വീട് പണിതിട്ട് 35 ലക്ഷം അവൻ മാറ്റിവെക്കും. 20 ലക്ഷമുള്ള മുസ്ലിം 1 കോടിയുടെ വീട് പണിതിട്ട് 80 ലക്ഷം കടത്തിലായിട്ട് നടക്കും. അതാണ് നമ്മുടെ സ്വഭാവം. ഇത്രയും നിയമവും നിർദ്ദേശവും ഉണ്ടായിട്ട് തന്നെ ഇങ്ങനെ കോലം. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കണോ, നമ്മളൊന്ന് ആലോചിക്കണം. റമദാൻ അതിനുള്ള അവസരമാണ്. ഈമാന്റെ അനുരണനങ്ങൾ മധുരമാണത്, ആസ്വദിച്ചേ പറ്റൂ. മധുരം എന്ന് പറഞ്ഞാൽ എന്തുട്ടാ ഉസ്താദേ? മധുരം എന്ന് പറഞ്ഞപ്പോ മധുരം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പറയാൻ എനിക്ക് കഴിയില്ല. അത് അനുഭവിച്ചവനെ മധുരം എന്നാൽ മനസ്സിലാവൂ. ഈമാൻ മധുരമാണ്. മധുരം ആസ്വദിക്കുന്ന ഒന്നാണ്. അത് എത്ര കിട്ടിയാലും മടുപ്പ് വരുന്നില്ല. മധുരം ആസ്വദിക്കലാണ്. മധുരം വൈവിധ്യമാണ്. തേൻ കഴിച്ച മധുരമല്ല, മാമ്പഴം കഴിച്ചപ്പോ കിട്ടിയത്. നല്ല ഈത്തപ്പഴം സഫാവി, അതുപോലെ തന്നെ സുക്രി, നല്ല ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിന്റെ മധുരമല്ല, തേൻ കുടിച്ചപ്പോൾ പഞ്ചസാരക്ക് ശർക്കരക്ക് കിട്ടിയ മധുരം. മധുരം ഇങ്ങനെ വൈവിധ്യം. ഓരോ മധുരങ്ങളും ഓരോ ടേസ്റ്റ്, എല്ലാം മൊത്തത്തിൽ മധുര. ഈമാൻ 70 മധുരമാണ്. അതിന്റെ താഴത്തെ മധുരം റോഡിലെ തടസ്സം നീക്കിയപ്പോൾ മനസ്സിൽ കിട്ടിയ മധുരം. ഏറ്റവും വലിയ മധുരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിയേ മുഹമ്മദ് മുസ്തഫ. ഈ മധുരം നമുക്ക് നുകരാൻ കഴിയുന്നുണ്ടോ? 3 അടയാളമുണ്ട്. സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 അടയാളം. ഒന്നാമത്തേത് മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവും അവന്റെ റസൂലുമാണെന്ന് ഒരാൾ പറയുന്നു. അങ്ങനെയുള്ളോടത്ത് അവന് ഈമാന്റെ മധുരമുണ്ട്. എത്ര വലിയ സന്തോഷത്തിലും അവൻ സമയബന്ധിതമായി ഹയ്യ അലസ് സ്വലയെ പരിഗണിക്കുന്നു. ഈമാന്റെ മധുരമാണിത്. രണ്ടാമത് പറഞ്ഞു ഒരാളോടുള്ള നമ്മുടെ സ്നേഹബന്ധമുണ്ടല്ലോ,
അള്ളാന്റെ പൊരുത്തം കിട്ടണമെന്ന ലക്ഷ്യം മാത്രമല്ലാതെ അവന്റെ കയ്യിലുള്ള ചില്ലറ കിട്ടാനല്ല. ഇഖ്ലാസോട് കൂടെ ഒരാളോട് സ്നേഹം പങ്കിടാൻ കഴിഞ്ഞാൽ ഈമാന്റെ മധുരം. അത് നമുക്ക് നമ്മുടെ ഭാര്യയോടാവാം, ഭാര്യക്ക് ഭർത്താവിനോടാവാം. ഇഖ്ലാസോടുകൂടിയ സ്നേഹം. മിഅ്റാജിന്റെ യാത്രയിൽ കണ്ട ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയുണ്ട്. അല്ലാഹു കാക്കട്ടെ. മുന്നിൽ ചൂട് വമിക്കുന്ന ഭക്ഷണം വച്ചിരിക്കാം. വിശപ്പുള്ള കുറെ ആളുകൾ അവിടെ അതിന്റെ ചുറ്റിലുണ്ട്. കുറച്ചപ്പുറത്തേക്ക് മാറ്റി ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള ഭക്ഷണം വച്ചിരിക്ക. മുന്നിലുള്ള ചൂടുള്ള ഭക്ഷണത്തിന്റെ രുചികരമായ വാസന കൊണ്ട് മൂക്ക് വീർപ്പ് മുട്ടുകയാ. എന്നിട്ടും അത് എടുക്കാൻ കഴിയാതെ അപ്പുറത്തേക്ക് മാറ്റി വച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് ചാടി ചാടി വീഴുന്ന ഈ വിശപ്പുകാരെ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഇവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇവർ അങ്ങയുടെ സമുദായത്തിലുള്ളവരാ. ഹലാലായ ഭാര്യ ഉള്ളപ്പോ, ഹലാലായ ബന്ധത്തിലെ ഭർത്താവുള്ളപ്പോ അവിടെ തോന്നാത്ത അനുരാഗം, പ്രണയം അപ്പുറത്തേക്ക് പങ്കുവച്ചവരാ. ചീഞ്ഞളിഞ്ഞ ഭക്ഷണം കഴിക്കാൻ ആർത്തി കൂട്ടുന്നത് നബിയേ ഹറാമിലേക്ക് പോയവരെന്ന് സയ്യിദുനാ ജിബ്രീൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാന്റെ അടയാളമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹം തോന്നാം. മൂന്നാമത് പറഞ്ഞു, ഒരു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനെ വേണ്ടാതെ വെച്ച് തിരിച്ചു പോന്നു. ഇനി ഞാനത് ചെയ്യൂല. ആ തീരുമാനം താൻ മുമ്പൊരിക്കൽ തീ പൊള്ളലേറ്റപ്പോ ഇനി ആ തീ കൊണ്ട് പൊള്ളൂല എന്ന് ഭയന്ന് വന്ന തീരുമാനം പോലെ തീവ്രമാക്കാൻ കഴിഞ്ഞവന് മാത്രമാണ് ഈമാന്റെ അടയാളം. സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് പൊള്ളിയതാ, ഇനി അങ്ങനെ കാണിച്ച പൊള്ളുമെന്നതറിയാം. അതിൽ നിന്നും എത്രമാത്രം നമ്മൾ സൂക്ഷിക്കുന്ന ആത്മാർത്ഥത ഉണ്ടോ, ആ ഒരു സൂക്ഷ്മതയുടെ ആത്മാർത്ഥത. ഒരു തെറ്റ് ഞാൻ ചെയ്തതാ, ഇനി ഞാനത് ചെയ്യൂല എന്ന തീരുമാനത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ഈമാന്റെ അടയാളം, ഈമാന്റെ മധുരം കിട്ടിയാൽ കാണുന്ന അടയാളം എന്ന മൂന്നാമത്തെ അടയാളം സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അടുപ്പിൽ തീയുള്ളപ്പോ നല്ല രണ്ട് വിറകിന്റെ കഷ്ണത്തിന്റെ തുമ്പിൽ ഒരിത്തിരി തീപ്പൊരി ഉണ്ട്. സ്വാഭാവികമായും അതൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ അങ്ങോട്ട് ഊതുമ്പോ അത് കത്തും. തീപ്പൊരി ഇങ്ങനെ ആളി ആളി വരും. ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീപ്പൊരിയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. അതൊന്ന് ആളി കത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഈ റമദാനിനെ നമ്മൾ കാണേണ്ടത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ എടുത്തു വെച്ചിട്ട് ഇസ്ലാമിക പണ്ഡിത ലോകം ചർച്ചയാക്കിയിട്ടുണ്ട്. ഉന്നത ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ ആമുഖ ചർച്ച പോലും ഈമാൻ വർദ്ധിക്കും എന്നുള്ളതാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ പറയുന്നത് അൻ റബീഉ വസാദ യസീദു ബിത്വാഅത്തി വയൻഖുസു ബിൽ മഅസിയ. ഈമാൻ നല്ല കാര്യം ചെയ്യുമ്പോൾ വർദ്ധിക്കും, തീക്കനൽ തീപ്പന്തമായി മാറുന്ന പോലെ. കുറച്ചു നേരം അതിലേക്ക് കർമ്മങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ, അമലുകളൊന്നും ചെന്നില്ലെങ്കിൽ ആ തീക്കനൽ പതുക്കെ പതുക്കെ ഈ തീപ്പെട്ടിക്കൊള്ളി ഉറച്ചിട്ട് അതിന്റെ ആ ചെറിയ കനൽ ഇങ്ങനെ 2 സെക്കൻഡ് കൊണ്ട് അത് അണഞ്ഞ് കരിക്കട്ടയായി പോകുന്ന പോലെ ഹൃദയം കറുത്തു പോകും, കരിക്കട്ടയാകും. ഒരു ചെറിയ വിളക്ക് കത്തിച്ച പോലെ ഒരു ചെറിയ തീപ്പൊരി ഹൃദയത്തിലുണ്ട്. അതിങ്ങനെ നമ്മൾ അമലുകൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും തെറ്റുകൾ എന്ന് പറയുന്ന അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താതെ നമ്മൾ ആ വിളക്ക് അല്ലെങ്കിൽ ആ തീയെ നമ്മൾ സൂക്ഷിക്കാതിരുന്നാൽ അത് അണഞ്ഞു പോകും. തെറ്റുകൾ ചെയ്യുമ്പോൾ കാറ്റടിച്ച് വീശുന്ന പോലെ ആ ഹൃദയത്തിന്റെ അകത്ത് ആ തീപ്പൊരി അണഞ്ഞു പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിന്റെ മുഖദ്ദിമയിൽ തന്നെ ഈ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. ഫത്ഹുൽ ബാരി അത് വളരെ അധികം വിശാലമായി ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ثم تلا ويزداد الذين آمنوا إيمانا. മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കും എന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതിയിട്ട് തന്നെ സമർത്ഥിച്ചിട്ടുണ്ട്. ഈമാൻ വർദ്ധിക്കും, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈമാൻ വർദ്ധിക്കും. ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, അത്ഭുതങ്ങളാ അധ്യായം. ഖുർആനിലെ അധ്യായം അത്ഭുതം നിറഞ്ഞ അധ്യായമാണ്. അത്ഭുതങ്ങളാണ് അധ്യായം. 3 ആയത്തേ ഉള്ളൂ.
ആ ഒരൊറ്റ അധ്യായം ഓർത്തു വെച്ചാൽ ആ അധ്യായത്തിന്റെ പ്രമേയം മതി, അത് ഓർത്താൽ മാത്രം മതി. ഖുർആനിലെ 113 അധ്യായവും വേണ്ട, ഒരാൾക്ക് നന്നാവാൻ ഈ ഒരൊറ്റ അധ്യായത്തിന്റെ പ്രമേയത്തിന്റെ കരുത്ത് മതി എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അധ്യായമുണ്ട്. 3 ആയത്തേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ അധ്യായത്തിന്റെ പ്രമേയത്തിന്റെ കരുത്ത് അങ്ങനെയാണ്. വൽ അസ്ർ, കാലം തന്നെ സത്യം. എന്തൊരു വലിയ അപ്ഡേഷൻ ആണ് കാലം. അബുൽ ബസർ ആദം അലൈഹിസ്സലാം ജീവിച്ച കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അന്ന് ജീവിച്ചാലും മനുഷ്യൻ വഴികേടിൽ പോകാം. മഹാനായ മൂസാ നബിയുടെ കാലം തന്നെ സത്യം. ഇങ്ങോട്ട് എത്രയാ പോകുന്നത്? മഹാനായ ഈസാ നബിയുടെ കാലം തന്നെ സത്യം. എന്തൊരു വലിയ അപ്ഡേഷൻ ആണ് ഈ ആയത്തുകൾ. അന്ന് ജീവിച്ചാലും എന്ന് ജീവിച്ചാലും കാലം തന്നെ സത്യം. കാലമുള്ളോടത്തോളം കാലം സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യവർഗം ആ കാലഘട്ടത്തിലൊക്കെ പരാജയത്തില. മനുഷ്യന്റെ ബേസ് പരാജയമാണ്. നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. ഇല്ലല്ലദീന ആമനൂ, ഈമാനുള്ളവർ പരാജയപ്പെടൂല. വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹ് കബൂലാക്കുന്ന അമലാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹ് കബൂലാക്കുന്ന അമലാണ് ഞാൻ ചെയ്തത് എന്ന് തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ കൂടെ ഉണ്ടായവർ പരാജയപ്പെടൂല. അല്ലാത്തവർ മുഴുവൻ പരാജയത്തിലെന്ന് ഖുർആൻ. ഒരു വലിയൊരു വർത്തമാനാണിത്. വെറുതെയല്ല ഇമാം ശാഫിഈ പറഞ്ഞത്. ഈ ഒരു ആയത്തിന്റെ ചിന്ത മതി ഒരാൾക്ക്. ഖുർആനിന്റെ 113 അധ്യായങ്ങൾ മാറ്റിവെച്ചാലും ഈ ഒരു അധ്യായത്തിന്റെ ചിന്ത കൊണ്ട് ഒരാൾക്ക് നന്നാവാൻ കഴിയുമെന്ന് മഹാനായ ഇമാം ശാഫിഈ. അല്ലാഹു പൊരുത്തപ്പെട്ട് കബൂലാക്കിയ അമലാണോ ഞാൻ ഈ പറഞ്ഞത്? അല്ലാഹു പൊരുത്തപ്പെട്ട് കബൂലാക്കിയ സ്വാലിഹായ അമലാണോ ഞാൻ ഈ യാത്ര ചെയ്തത്? അല്ലാഹു പൊരുത്തപ്പെട്ട് കബൂലാക്കിയ അമലാണോ ഞാൻ ഈ ഇരുന്ന് പ്രസംഗിച്ചത്? അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ നമുക്ക് വിധി എഴുതാൻ പറ്റുന്ന കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പരാജയപ്പെടൂല. ഇതെങ്ങനെയാ? കല്യാണ വീട്ടിൽ കവർ കൊടുക്കും, എന്നിട്ടോ നമ്മൾ ആലോചിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, ഇവിടെ എങ്ങനെയാണെന്നറിയില്ല. 1000 കൊടുക്കാലോ. അപ്പൊ കെട്ടിയോളൂ ഒരു ആ ബുക്ക് എടുത്ത് നോക്കിയേ, ഇവിടെ 500 വന്നിട്ടുള്ളൂ. അന്ന് 500 എന്തിനാവട്ടെ. ഈ ഇടങ്ങേറി ഇതിന്റെ ഇടയ്ക്കടെ കൊണ്ടുവന്ന് ആ കല്യാണവും വെച്ചു. ഈ 500 ഇപ്പൊ ഞാൻ ഇപ്പൊ എവിടെ നിന്ന് ഒപ്പിക്കാം? എന്ത് പൈസ എടുത്ത് കൊടുക്ക് അല്ലേ? പ്രാവി നേർന്ന് കൊടുക്കും. എവിടെ? ഹദിയെ പോയി, സദക്കയെ പോയി, ഒക്കെ പോയി. എന്നിട്ടോ ആ കൊടുത്ത വാശിക്ക് പറയും, നിങ്ങൾ കല്യാണത്തിന് പോകണോട്ടോ എല്ലാവരും 500 കൊടുക്കണേ, വാപ്പ 500 കൊടുക്കണേ, മക്കളെല്ലാവരും പോകണം. അന്ന് വേണ്ടി രാവിലെ വീട്ടിൽ ചായയുടെ കടി ഉണ്ടാക്കില്ല. എന്തേ? ഉച്ചക്ക് അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ പെൺകുട്ടിയുടെ വാപ്പാനെ കൊല്ലാൻ വേണ്ടിട്ട് ഇവിടുന്ന് കല്യാണം കൂടാൻ പോകും. എന്താ കൂലി? അതിഥി സൽക്കാരം, ക്ഷണിച്ച് ക്ഷണം സ്വീകരിച്ചെത്തുന്നത് ഒരു മര്യാദയാണ്, ഇബാദത്താണിത്. അങ്ങനെ ചെല്ലുന്നോടത്ത് ക്ഷണം സ്വീകരിക്കുന്ന നമ്മുടെ ഫറദായ ബാധ്യത. കൂലി ഉണ്ടോ? ഹദിയ കൊടുത്തു, സന്തോഷം കൊടുത്തു, ഹദിയ കൊടുത്തു, നമുക്ക് ആ ഹദിയ കൊടുത്തതിന്റെ കൂലിയുണ്ടോ? ഇല്ല. ഫത്ഹുൽ മുഈനിലൊക്കെ പറയുന്നുണ്ട്, ഈ ആവശ്യങ്ങൾക്ക് അങ്ങും ഇങ്ങും കൊടുക്കുന്ന, പരസ്പരം കൊടുക്കുന്ന ഹദിയെ ഒരിക്കലും പകരത്തിന് പകരമായി കാണല്ലേ എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ഖാലു സുറൂരി അലാ അഖീഖൽ മുസ്ലിം അഫ്ളലുൽ അഅമാലാണ്. നിന്റെ സഹോദരനെ നീ നിന്റെ സന്ദർശനം കൊണ്ട് സന്തോഷിപ്പിക്കാനുള്ള വലിയൊരു അമലാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കല്യാണ വീട്ടിലേക്ക് ഇവന്റെ വരവ് കാണുമ്പോൾ തന്നെ കല്യാണ വീട്ടുകാരൻ പറയും, ഒരു നിർവാഹം ഇല്ലാണ്ടല്ല പടപ്പിനെ ഞാൻ കല്യാണം വിളിച്ചത്, അവൻ കുറ്റിയും പറിച്ച് വരണ്ടോ? അവൻ വരണ്ടായിരുന്നു. ഇവിടെ ആർക്കപ്പോ കൂലി കിട്ടിയത്? ഒരു 5 ലക്ഷം രൂപയുടെ ഫുഡ് വെച്ചു, കുറെ കുഴിച്ചിട്ടു, കുറെ കളഞ്ഞു, കുറെ തിന്നു. ആർക്കവിടെ കൂലി കിട്ടിയത്? ആലോചിച്ച് നോക്കണം. ഓരോ പ്രവർത്തനത്തെയും അമലാക്കും എന്ന ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞാൽ, അങ്ങനെ അമല ആകുന്നോടത്താണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയാം.
ഞാനീ ചെയ്തത്, ഞാൻ എന്റെ പേന എടുത്ത് ഒരാള് ഇസ്രായേലി സമൂഹത്തിൽ ജീവിച്ചിരുന്നു അത്രേ. ആളുടെ പ്രത്യേകത എന്താ? ഒരുപാട് സമ്പന്നനൊന്നുമല്ല, പക്ഷെ ആൾക്ക് സ്വർഗ്ഗ. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ആള് ഒരു സൂചി വാങ്ങി. ഒരു സൂചി ഇന്നും അന്നും സൂചിക്ക് എന്തായാലും ബെൻസ് കാറിന്റെ വിലയൊന്നുമില്ല. ഒരു സൂചി വാങ്ങിയിട്ട് അയാൾ ആ സൂചി വാടകക്ക് കൊടുത്തു, സൂചി വായ്പ കൊടുത്തു. അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി ആ സൂചി വായ്പ കൊടുത്തു, വാടകക്ക് കൊടുത്തു വിട്ടു. ഓരോരുത്തരുടെ ആവശ്യക്കാരന്റെ സൂചി ഞാൻ തരാം, സൂചി ഉപയോഗിച്ചാൽ അതിന് കിട്ടുന്ന ആ ഒരു സഹായത്തിന്റെ പേരിൽ കിട്ടുന്ന ഒരു പ്രതിഫലം തനിക്കൊരു സൂചി വാടകക്ക് കൊടുക്കാൻ, അത് വാങ്ങാനുള്ള കഴിവേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഒരാൾ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ഒരു കാര്യം കൊണ്ട് പോലും ഒരാൾക്ക് ഒരു ഈത്തപ്പഴത്തിന്റെ കീറൽ, ഒരു പൊളിപ്പ്, അത് ദാനം ചെയ്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലും നല്ലതാവണം. ഒരുപാട് അമലല്ല സ്വർഗത്തിലേക്ക് പോവാ, ഏതോ ഒരു അമലായിരിക്കാം. അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് എത്തുന്ന ചിന്തയെ കുറിച്ചാണ് പറഞ്ഞത് ഈമാൻ എന്ന്. ഈമാൻ ഉണ്ടെങ്കിൽ ഇത് കൂലി കിട്ടും, കൂലി കിട്ടണം, ഞാൻ ചെയ്യുന്നത് വെറുതെ ആവരുത്. ഇങ്ങനെ ഒന്ന് നന്നാക്കി എടുക്കാൻ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരാൻ റമദാൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്കത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്രയോ പരാജയത്തിലാണ്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും മനുഷ്യർ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, ഈമാൻ അകത്ത് കയറിയവർ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്നത് ഈമാൻ ഉള്ളിൽ കയറിയ ശേഷം. അമലുസ് സാലിഹാത്ത് എപ്പോഴും ഈമാന്റെ ശേഷം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഈമാൻ വർദ്ധിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണ് സാധാരണ പ്രവർത്തികൾ മുഴുവനും ഈമാൻ നശിപ്പിക്കാനാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ മഹാന്മാർ ചിന്തിച്ചത്, ഞാൻ ഇങ്ങനെ ചെയ്യ വഴി എന്റെ ഈമാനിൽ എന്താ വർധനവുണ്ടാവാ, ഞാൻ അവിടെ പോകുന്നത് മുഖേന എനിക്ക് എന്റെ ഈമാൻ എങ്ങനെയാ വർദ്ധിക്കാം. ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആ മഹാന്റെ ഈമാൻ വല്ലാത്ത ഈമാനാണ്. ആ മഹാനെ പ്രശംസിച്ചുകൊണ്ട് ആ ഈമാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മലക്കുകൾ പോലും അമ്പരന്ന് പോയിട്ടുണ്ട്. ആ മഹാന്റെ ഈമാൻ അല്ലാഹു പരീക്ഷിച്ച പരീക്ഷണത്തെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയെ സൃഷ്ടാവ് പരീക്ഷിച്ച ഏറ്റവും വലിയ പരീക്ഷണമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ മഹാന്റെ ഈമാനെ അല്ലാഹു പരീക്ഷിച്ച പരീക്ഷണത്തെയാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവായ തമ്പുരാൻ തന്റെ സൃഷ്ടിയെ പരീക്ഷിച്ച ഏറ്റവും വലിയ പരീക്ഷണമെന്ന് പരിശുദ്ധ ഖുർആൻ. وَنَادَيْنَاهُ يَا إِبْرَاهِيمُ قَدْ صَدَّقْتَ الرُّؤْيَا إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ. ഇബ്രാഹിം നബി മകനെ അറുക്കാൻ പോയ രംഗമായി പറഞ്ഞത്. ആ പരീക്ഷണത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അതൊരു വല്ലാത്ത പരീക്ഷണമായിരുന്നു. അത്രയും ഈമാനുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തൽ പ്രയാസമാണ്. അഷ്റഫുൽ ഖൽഖ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ മഹാൻ സയ്യിദുനാ ഇബ്രാഹിം. ഒന്നുകൂടി പറയൂ, സയ്യിദുനാ ഇബ്രാഹിം. 69 സ്ഥലത്ത് ഖുർആൻ മഹാന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഇബ്രാഹിം. ചെറിയ ആളല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, മഹാനായ ഹസൻ ബസ്രി തങ്ങളും മഹാനായ ലഹാഖ് തങ്ങളും ഖത്താദ തങ്ങളും അതാ തങ്ങളും ഇബ്നു ജുറൈജ് തങ്ങളും റളിയല്ലാഹു അൻഹും പ്രമുഖരായ താബിഈങ്ങൾ, അവരൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ സൂറത്തുൽ ബഖറയുടെ 260-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നു, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കലും ഇങ്ങനെ നടക്കാണ്, അല്ലാഹുവിനെ തേടിയുള്ള നടത്തം. സഞ്ചാരങ്ങൾ മുഴുവനും അല്ലാഹുവിനെ തേടി, അല്ലാഹുവിന്റെ പൊരുത്തം തേടി. ആ മനുഷ്യൻ നടന്നതുപോലെ ആര് നടന്നു? നടന്ന കാലടയാളം പോലും അല്ലാഹു ആദരിച്ചതിന്റെ ദൃഢമായ ശിലക്ക് മുകളിൽ പതിച്ചു വെച്ച കാലടയാളമാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ.
ആ മനുഷ്യൻ നടന്ന നടത്തം അള്ളാഹു കബൂലാക്കി. ആ കാല് വെച്ചത് ഞങ്ങളുടെ നാട്ടിലുണ്ട് പാറ, രണ്ട് തരം, ഒന്ന് ദൃഢമായ പാറയും രണ്ട് ചാമപുതിയം പാറ. ചാമപുതിയം പാറ തൂമ്പ വെച്ച് കളച്ച പൊളിഞ്ഞു പോരും. ചാമപുതിയനുമല്ല, ദൃഢമായ പാറയല്ല, സ്വർഗത്തിന്റെ പാറ. കറുത്തൊരു ശിലയുണ്ടായിരുന്നു. ആ ശിലയുടെ പേര് മഖാമു ഇബ്രാഹിം എന്ന് ഇന്നറിയപ്പെടുന്ന ശില. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. അതിന്റെ മുകളിൽ ഈ മനുഷ്യൻ കയറി നിന്നു. ആ മനുഷ്യന്റെ കാലിന്റെ മുകളിൽ ആ പാറ ആദരവ് കൊണ്ട് അടയാളം തീർത്തു എന്നത് ഇന്ന് നമുക്ക് സാക്ഷിയാവാൻ കഴിയും. പരിശുദ്ധ കഅബയുടെ മുന്നിലുണ്ട് മഖാമു ഇബ്രാഹിം. ആ മനുഷ്യനോടുള്ള ആദരവ് കൊണ്ട് പാറ പോലും അടയാളം സ്വീകരിച്ചു. ആ കാലിന്റെ അടയാളം. ഉസ്താദേ, ആദരവ് കൊണ്ട് ഇപ്പൊ അടയാളമൊക്കെ ഉണ്ടാവുന്നേ. ആദരവ് കൊണ്ട് പാറ പൊട്ടു എന്നാ ഖുർആൻ പറഞ്ഞു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവോടുള്ള ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കുമേ. ഈ ഖുർആന്റെ അവതരണം ഒരു പർവ്വതത്തിന്റെ മുകളിലാണെങ്കിൽ അല്ലാഹുവോടുള്ള ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? തെറിച്ചിട്ടുണ്ടല്ലോ. സൂറത്തുൽ അഅറാഫിന്റെ 143-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക قال لو تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني. അല്ലാഹനെ കാണാൻ പോയി മൂസാ നബി. അല്ലാഹന്റെ പ്രകാശം فلما تجلى ربه للجبل جعله دكا. അല്ലാഹന്റെ പ്രകാശത്തിന്റെ അംശം, ആ പ്രകാശത്തിന്റെ അംശം മഹാനായ ഇമാം ഹക്കീം അവിടുത്തെ മുസ്തദരക്ക് പറയുന്നുണ്ട്. ഒരു ചെറു വിരലിന്റെ തുമ്പ് എത്രയോ അത്രയുമെന്ന ഒരു അനുപാതത്തിൽ മാത്രമാണ് അല്ലാഹുവിന്റെ ദാത്തു ശരീഫിൽ നിന്നും ആ പർവ്വതത്തിലേക്ക് അന്ന് വെളിച്ചം വീശിയ ചെറിയ പ്രകാശം. അത് വന്നതോടുകൂടെ ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിച്ചു. ആ കാഴ്ച കണ്ട ചങ്കൂറ്റത്തിന്റെ പ്രതീകമായ മൂസാ നബി വഖറ മൂസാ സ്വഈഖ. ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന് ഖുർആൻ. ഈ മനുഷ്യൻ നടന്നു, ഒരുപാട് നടന്നു. ആ നടത്തത്തെ കുറിച്ച് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു അധ്യായം തന്നെയുണ്ട്. റഹിലാത്ത് ഇബ്രാഹിം. ഇബ്രാഹിം നടന്നു പോയ വഴികൾ, ഇബ്രാഹിം നടന്ന വഴികൾ, ഇബ്രാഹിമിന്റെ സഞ്ചാരങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇപ്പോൾ നടക്കുന്നത് ഒരു കടലിന്റെ തീരത്ത് കൂടി. കടലിന്റെ തിരമാല വിളിച്ചു പറയുന്ന തസ്ബീഹ് അല്ലാഹനെ പറ്റി പറയുന്നതാ. അത് കേൾക്കാൻ കഴിയുന്ന കാതാണ് മഹാനായ ഇബ്രാഹിം. അത് ആസ്വദിക്കുന്ന മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം. കടൽ തിരമാലയിലൂടെ മഹാനവറുകൾ അതിന്റെ ഓളത്തിന്റെ താളത്തിലെ തസ്ബീഹിന്റെ ധ്വനികൾ ആസ്വദിച്ചു കൊണ്ട് പോകുമ്പോ ആ കടലിന്റെ തിരമാല അലറി വിളിച്ച് ഇപ്പോൾ കരയിലേക്ക് പ്രാപിക്കുന്ന മഹാൻ ചെന്ന് കയറി നിൽക്കുന്ന ഭാഗം ഒരു വനാന്തര പ്രദേശമാണ്. കടൽ ഇപ്പോൾ തിര തല്ലി കയറുന്നത് വനത്തിലേക്കാണ്. അവിടെയുണ്ട് ഒരു കഴുതയുടെ ശവം. ഈ തിരമാലയുടെ ആദ്യ ഭാഗത്തിൽ കിടക്കുന്നു. മഹാനവറുകൾ നോക്കിയപ്പോൾ തിരമാല അങ്ങനെ കയറി വരുന്ന കൂട്ടത്തിൽ തന്നെ ഫൈദാ മദ്ദൽ ബഹറു അകല മിൻഹ ദവാബുൽ ബഹർ. കടൽ ജീവികൾ തിരമാലയിലൂടെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് തിരമാല കരയിൽ തങ്ങുന്ന കുറഞ്ഞ നേരം കൊണ്ട് ഈ ശവത്തിൽ നിന്നും അതിന്റെ ചീഞ്ഞളിഞ്ഞ മാംസം കൊത്തി വലിച്ച് കടൽ ജീവികൾ അങ്ങോട്ട് തിരമാലയുടെ കൂടെ വലിഞ്ഞ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് പോകുന്നു. അടുത്ത തിരമാല വരുന്നതിന് മുമ്പേ ഈ തിരമാല അങ്ങോട്ട് പോയതിന്റെ പേരിൽ വന്യമൃഗങ്ങൾ, വിശന്നു വന്നിരിക്കുന്ന വന്യമൃഗങ്ങൾ ഈ ശവത്തിന്റെ ഇപ്പുറത്ത് നിന്ന് കഴിക്കുന്നു. അപ്പോഴേക്കും തിരമാല അങ്ങനെ അടിച്ചു കയറി വരുമ്പോഴേക്കും വന്യമൃഗങ്ങൾ ഒന്ന് പുറകോട്ട് മാറുമ്പോ തിരമാലയിലെ ജീവികൾ ഈ ഭാഗത്ത് എത്തുന്നതിന്റെയും മറ്റു ജീവികൾ അങ്ങോട്ട് മാറുന്നതിന്റെ ഇടയിലുള്ള ഗ്യാപ്പില് പക്ഷികൾ വന്ന് മുകളിലൂടെ കൊത്തിവലിക്കുന്നു. 3 തരത്തില് 3 വശത്തുകൂടെ. മനസ്സിലായില്ല? ഈ ശവത്തെ, അതിന്റെ ജീർണിച്ച മാംസങ്ങളെ 3
തലങ്ങളിൽ, വായുവിലെ ജീവികളും കരയിലെ ജീവികളും കടലിലെ ജീവികളും ഒരേ സമയം ആഹരിക്കുന്നത് കണ്ടവിടെ നിന്ന് പോയി സയ്യിദുനാ ഇബ്രാഹിം. അങ്ങനെയുണ്ട്. അള്ളാഹുവോട് ചോദിച്ച് ഈമാനില്ലാത്ത ചോദ്യമല്ല. അള്ളാഹുവേ, 3 ഭാഗങ്ങളിലേക്ക് വയറുകളിലായി നിറഞ്ഞു പോകുന്ന ഈ ശരീരത്തിനും ഒരു പുനർജീവിതമുണ്ടല്ലോ, ഈ ജീവിക്കും ഒരു പുനർജീവിതമുണ്ടല്ലോ. അല്ലാഹുവേ, റബ്ബി അരിനീ കൈഫ തജ്മഉ അജ്സാഅൽ ഹയവാനി മിൻ ബുതൂനിസ് സിബാഇ വത്തുയൂരി വദ്ദവാബിൽ ബഹർ. കടൽ ജീവിയുടെയും ആകാശത്തിലെ ജീവിയുടെയും വന്യജീവിയുടെയും വയറ്റിലേക്ക് ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാംസകഷ്ണങ്ങൾക്ക് ഇനി ഒരു പുനർജീവിതത്തിൽ പങ്കാളിത്തം എങ്ങനെ ഉണ്ട്? ഇവയെ നീ എങ്ങനെ ഒരുമിപ്പിക്കുമല്ലാ? അരിനീ, പറഞ്ഞു തന്നാൽ പോരാ, എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം അല്ലാ. എന്തേ അങ്ങനൊരു പുനർജീവിതത്തിൽ ആ മനുഷ്യന് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ അല്ലാഹുവിൽ നിന്നും അകന്നു പോകുന്ന പ്രവർത്തനങ്ങളാ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാ. സാധാരണ പ്രവർത്തനങ്ങൾ, ഈ മഹാന്റെ സാധാരണ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനം. ആ മഹാൻ തേടി നടന്നു, എനിക്ക് ഇനിയും അല്ലാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ എന്റെ കൺമുന്നിൽ നീ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. ഈ മഹലിന്റെ മുൻ ഖതീബല്ലേ മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി SMK തങ്ങൾ. അല്ലാഹു ഖബർ സ്വർഗമാക്കട്ടെ. ജീവിതത്തിന്റെ സൂക്ഷ്മത നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ഒരു മഹാൻ 8 കൊല്ലം മുമ്പ് മഹാനവറുകൾ പറഞ്ഞു വെച്ച ഒരു കാര്യം, ഈയുള്ളവന്റെ ജീവിതത്തിൽ ഇക്കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അതേ വാചകങ്ങൾ ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടു. ജീവിച്ചിരുന്നപ്പോൾ തങ്ങൾ പറഞ്ഞു വെച്ച ഒരു വർത്താനം ഞാൻ എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടു, എന്റെ അനുഭവത്തിൽ വന്നു. തങ്ങൾ പറഞ്ഞ 8 കൊല്ലം മുമ്പ് പറഞ്ഞ ആ നാവ് പറഞ്ഞത് പൊന്നായി എന്ന് പറയുന്ന പോലെ പുലർന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. അങ്ങനെയുള്ള മഹാന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സംഭവ വികാസങ്ങളിലും അവർക്ക് ചിന്തകൾ അല്ലാഹുവിലേക്കുള്ള ചിന്തകളായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചതിന് ഉത്തരമാണ് അന്ന് അല്ലാഹു പറഞ്ഞതിന് പിന്നീട് ചരിത്രം പോലെ ഖുർആൻ അവതരിപ്പിച്ചു. സൂറത്തുൽ ബഖറയുടെ 260-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗതാ ഖാല അവലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി ഖാല ഫഖുദ് അർബഅതം മിനത്-ത്വയ്ർ ഫസ്റുഹുന്ന ഇലൈക ثم جعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. അല്ലാഹുവേ, എങ്ങനെയാ നീ മരിച്ചവരെ ജീവിപ്പിക്കുക? അല്ലാഹു ചോദിച്ചു, വലം തുഅ്മിൻ, അങ്ങേക്ക് ഈമാനില്ലേ? അങ്ങേക്ക് ഈമാനില്ലേ? ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിറാണ് ഈമാന്റെ ഏറ്റവും അടിത്തറ. അങ്ങേക്ക് ഈമാനില്ലേ? ഖാല ബലാ, ഖാല ബലാ, ഖാല ബലാ, അതേ അല്ലാഹ് എനിക്ക് ഈമാനുണ്ട്, പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഉള്ളിലുള്ള ഈമാൻ അല്പമാണ്. അല്ലാഹ്, നീ എനിക്കൊന്ന് നീ ജീവിപ്പിക്കുന്നത് കാണിച്ചു തന്നാൽ എന്റെ ഈമാൻ എനിക്ക് വർദ്ധിപ്പിക്കാമല്ലാ. നമ്മൾ പറയാറുണ്ട്, നബിയുടെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു സ്വഹാബിയാകുമായിരുന്നു. ഇല്ല, അബൂജഹലിന്റെ കൂടെ നടക്കും, കൊടയും വടിയും പിടിച്ചു കൊടുത്തു, അല്ലാണ്ട് പിന്നെ അള്ളാഹു ഓരോന്നിലും ഓരോ സിറ് വെച്ചിട്ടുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് ഈ കാലമായിരിക്കും സ്വർഗത്തിൽ പോകാൻ നല്ലത്, അതായിരിക്കും. ആ കാലത്താണെങ്കിൽ ഒരു പക്ഷേ ആവേശമുത്ത് അതിന്റെ കൂടെ അങ്ങോട്ട് കൂടുക. അതിനുണ്ട് ആവേശമുത്ത് അതിന്റെ കൂടെ അങ്ങ് കൂടും.
ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടാൽ അതിന്റെ നല്ലതും ചീത്തയും ചിന്തിക്കാതെ അതിലേക്ക് അങ്ങോട്ട് വടിയും വാക്കത്തി എടുത്തിട്ട് ആദ്യം അങ്ങോട്ട് ഇറങ്ങും. എല്ലാം കഴിഞ്ഞ തൗബയും പറ്റിപ്പോയില്ല, അങ്ങനെ കേൾക്കണോടത്തിലേക്ക് വിശ്വസിച്ചു പോകും നമ്മൾ. അങ്ങനെങ്കിൽ പണവും സ്വാധീനവും സൗകര്യവും എല്ലാ സുഖലോലുപതയും വാഗ്ദാനം ചെയ്ത അബൂജഹലിന്റെ പക്ഷപ്പുറത്ത് നിൽക്കുമ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ട മുസ്ലിമായതിന്റെ പേരിൽ പേടിച്ചരണ്ട് ജീവിക്കുന്ന പാവങ്ങൾ എവിടെയോ കൂടാ. സംഗതി നമുക്ക് എതിർപ്പില്ലെങ്കിൽ അപ്പുറേ കൂടാ. അങ്ങനെ കൂടിയ കുറെ ആളുകളുണ്ടായി. മുനാഫിഖീങ്ങൾ എന്ന് അവർക്ക് പറയാം. അവർ നരകത്തിൽ അടിത്തട്ടില്ല, അവർക്ക് ഈമാനില്ല, രൂപം കോലേ ഉള്ളൂ. അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിലാണെങ്കിൽ അന്ന് ഉറപ്പായിട്ട് നമ്മളിൽ അതുണ്ടായേനെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവോട് ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണല്ലോ, എന്റെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. ഈ ആയത്തെടുത്ത് വെച്ചിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ലിയത്മഇന്ന ഖൽബി അയ്യസ്ദാദ യഖീനി, എന്റെ ഉള്ളിലുള്ള ഉറപ്പ് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി. ഉറപ്പാണ് ഇബ്രാഹിം നബിക്ക്, അതൊന്നുകൂടി ഉറപ്പിക്കാൻ. അങ്ങനെ ഉറപ്പിക്കാൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? എല്ലാം അങ്ങനെയായിരുന്നു ആ ജീവിതം. മഹാന്മാരുടെ ജീവിതത്തിൽ ചില രഹസ്യങ്ങൾ അവർ കാണാറുണ്ട്. അത് അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ജീവിതം. ഒരു മഹാൻ ഉണ്ടായിരുന്നു, ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്തേക്ക് നോക്കിയാൽ ആകാശത്തിന്റെ രഹസ്യം കണ്ടിരുന്നൊരു മഹാൻ. ഈ ഭൂമിയിലിരുന്നു കൊണ്ട് മണ്ണിലേക്ക് നോക്കിയാൽ ഇതിന്റെ അകത്തളത്തിലുള്ള എല്ലാ പ്രാപഞ്ചിക രഹസ്യങ്ങളും ഭൂമിയുടെ ഉള്ളറ കണ്ടിരുന്ന മഹാൻ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബകമെന്നോവർ. ഖബറിൽ നിന്നും സലാം കേട്ട ആളാണ്. ഖബറകത്തിന്നും സലാമീനെ കേട്ടോവർ, ഖബറകത്തുള്ളവരോട് മോളിന്തോവർ. ചത്ത ചകത്തിന് ജീവനിടിച്ചോർ, ചാകും കീലാശത്തെ നന്നാക്കി വിട്ടോവർ. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. കശമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ഓരോ കറാമത്തുകൾ കാണിക്കുമ്പോഴും അത് തന്റെ ഈമാൻ വർദ്ധിക്കാനായിരുന്നു. ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്തിന്റെ രഹസ്യം കണ്ട മഹാൻ, ആ രഹസ്യങ്ങളിലേക്ക് നോക്കുന്ന നോട്ടം ഈമാന്റെ ഒരു വർധനവിന് വേണ്ടിയാ. എന്തിനായിരുന്നു മിഅ്റാജ്? മക്ക പോലെയല്ല മദീന. ഒരുപാട് അമലുകൾ അല്ലാഹു ഫർളാക്കിയത് മദീനയിലാണ്. ബദർ നടന്നത് മദീനയിൽ പോയ ശേഷമാണ്. നുബുവത്തിന്റെ ഏറ്റവും പ്രയാസമുള്ള ഉത്തരവാദിത്തമുള്ളത് മദീനയിലാ. 10 വർഷം കൊണ്ടത് പൂർത്തീകരിച്ചേ പറ്റൂ. ഖുർആന്റെ ആയത്തുകളിൽ അമല് കൊണ്ടുള്ള ആഹ്വാനത്തിന്റെ മിക്കവാറും ആയത്ത് ഇറങ്ങിയത് മദീന. മക്കയല്ല ലോകത്ത് ശേഷിക്കേണ്ടത്. മദീനയുടെ നിലപാടുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണ് മദീന ലോകത്തിന് പഠിപ്പിച്ചത്. മഖ്സൂമിയ തറവാട്ടിലെ പെണ്ണ് കട്ടോടത്ത് വെച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, പൊന്നുമോള് ഫാത്തിമ കട്ടാലും കയ്യ് വെട്ടുമെന്ന് പ്രഖ്യാപിച്ചത് മദീന സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് ലോകത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള പ്രഖ്യാപനമാണ്. മദീനയിലേക്കുള്ളതായ ഊർജം അത് മിഅ്റാജ് കാണലാണ്. മിഅ്റാജിലൂടെ അള്ളാന്റെ ഹബീബ് എല്ലാം കണ്ടു, എല്ലാവരോടും സംസാരിച്ചു, സംവദിച്ചു. ആ അത്ഭുതം കൊണ്ട് കിട്ടിയത് അള്ളാന്റെ ഹബീബിന്റെ ഈമാന്റെ വർധനവാണ്. അങ്ങനെയാണ് മിഅ്റാജ് കേട്ടവർക്കും ഉണ്ടായത് ഈമാന്റെ വർധനവാണ്. മിഅ്റാജിന്റെ പിറ്റേ ദിവസത്തിൽ മുനാഫിഖീങ്ങളെ നെല്ലും പതിരും വേർതിരിക്കുന്ന പോലെ വേർതിരിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ്
അള്ളാഹുവിന്റെ ഹബീബ് കണ്ട കാഴ്ചയെ കുറിച്ച് ഹിജറ എന്ന കവിതാ സമാഹാരത്തിൽ മോയിൻ കുട്ടി വൈദ്യർ പറയുന്നുണ്ട്. കണ്ടു അഫ്ളദ് അജ്നാഹ വർക്കർ നൂറുണ്ട്, കഫനേള് പൂവയും റൈഫാൻ ഫൂതുമതിലുണ്ട്, പിണ്ടു വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറൻ രാവിലും. ഒരുപാട് അത്ഭുതം കണ്ടേ. നണ്ടായി നബി ഫട്ടം കിട്ടപ്പെട്ട ആണ്ടില്ലാതിയേ നല്ലവർ അതീഖ് മുൻ കൊണ്ട ഈമാൻ പുതുക്കിയേ. നബിക്ക് പുതിയ പട്ടം കിട്ടിയ രാത്രിയില് നല്ലവർ അതീഖ്. ആരാണ് അതീഖ്? നരകത്തിൽ നിന്നും സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച അതീഖിനെ റസൂലുള്ളാഹി വിളിച്ച പേരാണ് അതീഖ് എന്ന്. അതീഖിന്റെ ശരിയായ പേര് അബൂബക്കറിന് സിദ്ദീഖ്. നല്ലവർ അതീഖ് മുൻകൊണ്ട ഈമാൻ പുതുക്കിയേ. ആ അതീഖ് മുൻപ് കൈകൊണ്ട ഈമാനെ ഒന്നുകൂടി പുതുക്കി സിദ്ദീഖ് എന്ന പദവിയിലെത്തി. സിദ്ദീഖ് എന്ന പദവി ഒരാൾക്ക് കിട്ടുന്നത് ജീവിതത്തിൽ കറാഹത്ത് ചെയ്യാത്തപ്പോഴാണ്. അത് എല്ലാ കാലഘട്ടത്തിലും സിദ്ദീഖ്. കണ്ണീദുസാനെ പറ്റി പറയും കറാഹത്ത് ചെയ്തിട്ടില്ല, അത് വെറുതെ പറയണമെന്നില്ല, അങ്ങനെയാണ്. മുഹീദ്ദീൻ ഷേഖ് സിദ്ദീഖ. മുഹീദ്ദീൻ ഷേഖ് ചെറുപ്പത്തില് പാല് കുടിക്കുക എന്നത് റമദാന്റെ പകലിൽ നടന്നിട്ടില്ല. റമദാൻ ഒന്നിനാ കുഞ്ഞ് പിറന്നത്, റമദാന്റെ പകലിൽ പാല് കുടിച്ചിട്ടില്ല. സിദ്ദീഖ് എന്ന ജീവിതം ആ മഹാൻ അള്ളാഹു നിശ്ചയിച്ചതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖാണ്, ജനനത്തിലെ സിദ്ദീഖാണ്. പക്ഷേ മിഅ്റാജ് കഴിഞ്ഞപ്പോൾ സിദ്ദീഖും ബഅദ സിദ്ദീഖായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഈ തസ്ദീഖിന്റെ ഏറ്റവും വലിയ അർത്ഥ സമ്പൂർണമായ ജീവിതമായി മാറി അബൂബക്കർ സിദ്ദീഖ്. ഈമാൻ പുതുക്കിയ ആളാ മിഅ്റാജ് കേട്ടിട്ട്. എന്നാൽ കേട്ടോളൂ, ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്തിന്റെ രഹസ്യം കാണുമ്പോഴും ഈമാൻ വർദ്ധിച്ചിരുന്നു. ഇരുപ്പീനേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ആരാണിത്? ജനിച്ചപ്പോഴേ സിദ്ദീഖാണ് ഈ മഹാൻ. ബാവാമുദുവിന്ന് കുത്തുബായി വന്നോവർ മാനം മതളിലും കേളി മികച്ചോവർ. ബാവയുടെ മുതുകിന്ന് വന്നപ്പോ തന്നെ കുത്തുബ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ചില സ്ഥലത്ത് ഇതൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും. ഇവിടെ അങ്ങനെ വിഷമമുള്ളവരില്ല. അങ്ങനെ വിഷമമുള്ളവർക്ക് വാതിലൊക്കെ തുറന്നിട്ടുണ്ട്, അതൊക്കെ അങ്ങോട്ട് ഇറങ്ങാം, കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. എന്റെ തല പോയാലും പറയും അതിനാണ് നമ്മളെ സമസ്ത പഠിപ്പിച്ചത്, അതിനാണ് കാളമ്പാടി ഉസ്താദ് കിതാബ് ഓതി തന്നത്. ഇതെവിടെയും പറയും. 8 കൊല്ലമായിട്ട് ഞാനത് ഈ കൊടുങ്ങല്ലൂർ പരിസരത്ത് പറയുന്നുണ്ട്. ആ നിലപാടിൽ മാറ്റമില്ല. സുന്നത്തമായിട്ട് പറയും, തല പോയാലും പറയും. അത് ഏത് പൂപ്പാന്റെ മുമ്പിലും നമ്മൾ പറയും. മുഹീദ്ദീൻ ഷൈഖ് ഇരുന്ന ഇരിപ്പിന് 7 ആകാശത്തിന്റെ രഹസ്യം കണ്ടിരുന്നു. ഇബ്രാഹിം നബി ഇവിടുന്ന് ഇരുന്നാൽ അത് കാണുമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖിനീൻ. സൂറത്തുൽ അൻആം. ഇബ്രാഹിം നബിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ കഴിയുമായിരുന്നു ആകാശത്തിന്റെ രഹസ്യങ്ങൾ. വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഗോളശാസ്ത്ര പണ്ഡിതൻ പകലിലെ സൂര്യന്റെ ചലനങ്ങളെ നോക്കിയാൽ ആ രാത്രിയിലേക്ക് എത്തിയാൽ നിലാവ് കാണുമോ ഇല്ലയോ എന്ന് പകല് പ്രവചിക്കാൻ കഴിയുമായിരുന്നു. വലിയ ഗോളശാസ്ത്രജ്ഞൻ മമ്പറം തങ്ങൾ വഫാത്തായി എന്ന് പറയാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖദ് അല്ലാഹ ബദറുൽ ആലം. ഈ പ്രപഞ്ചത്തിന്റെ ഒരു വലിയ പരിപൂർണ അമ്പിളിയുടെ ശോഭ ഇതാ അസ്തമിച്ചു പോയേ, അത് ഉദിച്ചുയർന്നു പോയേ എന്ന് മഹാനായ ഖാദിയാർ പറഞ്ഞു. ഒരു പരിപൂർണ ചന്ദ്രൻ ഉദിച്ചസ്തമിച്ച പോലെയാ മമ്പ്രതങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു. ഖദ് അല്ലാഹ ബദറുൽ ആലം. ഉമർ ഖാദി വഫാത്തായ ശേഷം ഖദ് അല്ലാഹ ബദറുൽ ആലം എന്ന വാക്കെടുത്തിട്ട് അതിന്റെ അഭിജത കൂട്ടി നോക്കിയപ്പോ മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷ കാണിക്കുന്നത്. മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷം അറബിയിൽ എത്രയോ
അല്ലെങ്കിൽ ആ കലണ്ടർ വർഷം അതേതോ അതാണ് ഉമർ ഖാദി ഇപ്പൊ പറഞ്ഞ ഈ അറബി വാചകത്തിന്റെ അഭിജത് അക്ഷരങ്ങളുടെ അഭിജത് കണക്കെടുത്ത് കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ ഉത്തരം മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷം. അത്രയും വലിയ ഗോളശാസ്ത്രജ്ഞൻ എന്ത് പറഞ്ഞാലും ഗോള പറയൂ. മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ ഈ ഇടവമീനം കർക്കിടത്തിൽ താസിയ. അസറംസ്കാരത്തിന്റെ സമയം നിഴലടി കണക്ക് നോക്കിയിട്ട് എപ്പോഴെന്ന് പറയാൻ പ്രയാസപ്പെട്ടവരുടെ മുന്നിൽ ആ ഗോളശാസ്ത്രജ്ഞൻ പറഞ്ഞു, മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ ഈ ഇടവമീനം കർക്കിടത്തിൽ താസിയ. ചിങ്ങം തുല അഖദാമുദൈനി പത്തര. മേടത്തിലും ചിങ്ങത്തിലും ശരാശരി 6 അടി നീളമുള്ള മനുഷ്യന്റെ നിഴലിന് 8 അടി നീളം വന്നാൽ അയസറായി എന്നതിനർത്ഥം. മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ ഈ ഇടവ മീനം കർക്കിടത്തിൽ താസിയ. ഇടവത്തിലും മീനത്തിലും കർക്കിടത്തിൽ എത്തിയാൽ താസിയ ആവണം. താസിയ എന്ന് പറഞ്ഞാൽ 9 അടി നീളം. 6 അടി നീളമുള്ള ആളുടെ നിഴല് 9 അടി നീളമായി കഴിഞ്ഞാൽ അയസറിന്റെ സമയമായി. അയസർ നിസ്കാരത്തിന്റെ സമയത്തിൽ ചെറിയൊരു ഇഷ്കാൽ ഫിഖ്ഹിലുണ്ട്. അതുകൊണ്ടാണ് മദ്ഹബിൽ രണ്ടും 2 സമയമായത്. ഹനഫി മദ്ഹബ് ഒരു 5 മണിയിലേക്ക് എത്തിച്ചിട്ട് അയസർ നിസ്കരിക്കാം. ഷാഫിഈ മദ്ഹബിന്റെ സമയത്തെ വിട്ട് പിന്തിപ്പിച്ചു. എന്നിട്ടോ ഉമർ ഖാദിയാർ ഇങ്ങനെ പാടി, ഹദൻ നിസാബു ഖദിസ്തവാ മിൻ യസ്ലി ഹത്താ ലിശത്വാ ഖാല ഖാദി ഇബ്നു അലി. ഈ കണക്ക്, ഈ നിഴലിന്റെ കണക്ക് ഞാൻ പറഞ്ഞത് മിൻ യസ്ലി ഏഴിമല മുതൽ ഹത്താ ലിശത്വ അത് ചേറ്റുവ വരെയാണ്. അതായത് ഭൂമിയുടെ ആസ്ട്രോണമിക്കലും ജോഗ്രഫിക്കലുമായ മെത്തേഡിൽ ഇതുപോലെ പറയാൻ ഗോളശാസ്ത്രജ്ഞന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു. ഇവരുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഗോളശാസ്ത്രത്തിന്റെ വികാസത്തിന്റെ അസ്ഥിവാരങ്ങൾ മുഴുവനിടുന്നത്. ഭൂമിയുടെ ജോഗ്രഫിക്കൽ മെത്തേഡിൽ ഇത്രയും കാലം കുതിച്ചുയർന്ന വേറെ ഒരു കാലഘട്ടത്തെ, അതിന്റെ ആദ്യ കാലങ്ങളിലെ ഈ ഒരു തുടിപ്പിനെ നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. കാരണം ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്, അങ്ങനല്ലേ? ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്. ഭൂമിയിൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ അള്ളാഹു സൗകര്യം കൊടുത്തു. ദുൽഖർനൈൻ സഞ്ചരിച്ചു, ഈ ഭൂമിയുടെ അറ്റം കണ്ടു. അള്ളാഹിനെ തേടിയുള്ള യാത്രയായിരുന്നു ദുൽഖർനൈൻ. അവസാനം ഭൂമിയുടെ അതിരുകളൊക്കെ കടന്ന് ഈ ഭൗമോപരിതലത്തിലെ സഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ കീഴടക്കൽ സംഭവിച്ചപ്പോ മഹാനവറുകൾ കണ്ട ഒരു വലിയ മലയുണ്ട്. ആ മല കണ്ട് അമ്പരന്നുകൊണ്ട് മഹാനവറുകൾ അള്ളാഹുവിന്റെ കുദറത്ത് ബോധ്യപ്പെടുന്നുണ്ട്. ആ മലയുടെ പേരാണ് ഖാഫ് മല. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഖാഫ് മലയാണ്. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഖാഫ്. ഈ ഖാഫ് മലയാണ്. സൂറത്ത് ഖാഫിന്റെ മുഖദ്ദിമയിൽ മുഫസ്സിരീങ്ങൾ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി മനോഹരമായ ഒരു ചരിത്രം പറയുന്നുണ്ട്. ദുൽഖർനൈൻ ഖാഫ് കാണാൻ പോയ ചരിത്രം. സമയദൈർഘ്യതയെ ഭയന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഇബ്രാഹിം നബിയുടെ കാലക്കാരനായിരുന്നു. കാന മുഅസിറ ഇബ്രാഹിം നബിയുടെ കാലക്കാരനാ. കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ. പുനർനിർമ്മാണം എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം കഅബയുടെ സ്ഥാനം തന്നെയില്ല. സ്ഥാനം കണ്ട് കഅബ പണിതു. സ്ഥാനം കണ്ട് കഅബ പണിതു എന്ന് ഖുർആൻ. വഇദ് ബവഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്. കഅബയുടെ സ്ഥാനം എവിടെയെന്ന് ഇബ്രാഹിം നബിക്ക് നാം വ്യക്തമാക്കി കൊടുത്തു എന്ന് ഖുർആൻ. ഇവിടെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റഡി ഇബ്രാഹിം ഈ കാലഘട്ടത്തിലുണ്ട്. BC 2000 ഈ മഹാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കണ്ടിരുന്നു. മഹാനവറുകൾ കണ്ടിരുന്നു. ആകാശത്തിന്റെ രഹസ്യം കണ്ടിരുന്നു, ഭൂമിയുടെ രഹസ്യം കണ്ടിരുന്നു. ചെറുമാളൂർ ഉസ്താദ് വന്നാൽ എത്ര താഴേക്ക് എത്ര അടി കുഴിച്ചെടുത്താൽ വെള്ളം കാണുമെന്നും പുറത്തു നിന്ന് ആ വൃദ്ധൻ പറയുമായിരുന്നു. എവിടെയെങ്കിലും വെള്ളം ഉണ്ട് അതിന്റെ ഉള്ളിലുള്ളത് ആയത്ത് തെറ്റില്ലല്ലോ. ഇബ്രാഹിം മക്കാനുൽ ബൈത്ത്. വെള്ളം ഭൂമിയുടെ ഇടയിൽ എവിടെ ഉള്ളത് ഉസ്താദ് ഇങ്ങനെ നോക്കിയാ പറയും. അങ്ങനെ കഴിയുന്നവരുണ്ടായിരുന്നു. ശംസുൽ ഉലമയുടെ കണ്ണിനത് കഴിഞ്ഞിരുന്നു.
അങ്ങനെ പലരെയും അങ്ങനെ കണ്ടിരുന്നു. അള്ളാനെ കണ്ട കണ്ണെന്ന് പറയുന്ന പോലെ അള്ളാഹുവിന്റെ ഖുദ്റത്തിലൂടെ അവർ കണ്ടതാണിത്. ഇബ്രാഹിം നബി കണ്ടു ഭൂമിയുടെ രഹസ്യം, ആകാശത്തിന്റെ രഹസ്യം. എന്തിനു വേണ്ടിയായിരുന്നു? നേരത്തെ പറഞ്ഞ ഈമാന്റെ വർദ്ധനവിന് വേണ്ടി. വലിയകൂന മിനൽ മുഖ്നിൻ, ഉള്ളിലുള്ളതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഉറച്ചോ നമ്മുടേത്? ഉറപ്പിക്കാനാ റമദാൻ വന്നത്. 60 കൊല്ലം അത് ഉറപ്പിക്കാൻ 30 ദിവസം വീതം ഒരു 60 വയസ്സുകാരന്റെ ജീവിതത്തിൽ വന്നു. എന്നിട്ട് ഉറച്ചോ? ഇല്ലല്ലോ. ഒരു വട്ടം ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ടത് ഉറച്ചു കഴിഞ്ഞാൽ മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു നഫ്സുഹു അനിൻ നാരി 70 ഖരീഫാ ഷഫീഉനാ റസൂലുള്ളാഹി സഹീഹുൽ ബുഖാരി അൻ നബി സഈദ് അൽ ഖുദ്രി ഖാല റസൂലുള്ളാഹി. ഒറ്റ നോമ്പ് കൊണ്ട് ആ ഉറപ്പ് കിട്ടിയാൽ നിന്റെ ശരീരം നരകത്തിൽ നിന്നും ഇപ്പോൾ ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ നിന്റെ ശരീരം ഒറ്റ നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അകന്നു. നിനക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നരകം കാണൂല. നീ ഇപ്പോൾ ഉള്ളത് സ്വർഗത്തിലാ. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒറ്റ നോമ്പ് കൊണ്ട് നീ അകന്നു പോന്ന അകലം നരകം ഇനി കാണാൻ കഴിയില്ല. എത്രയാ അകന്നു പോന്നതെന്നറിയോ? ഒറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു 70 കൊല്ലം ഇനി നീ യാത്ര ചെയ്താൽ അവിടേക്ക് എത്തൂ. നരകത്തിന്റെ എരമ്പൽ കേൾക്കൂ. അത്രയും അകലേക്ക് നിന്നെ അള്ളാഹു മാറ്റി നിർത്തിയെന്ന് ഖാല റസൂലുള്ളാഹി. അള്ളാഹു തരട്ടെ. ആ ഉറപ്പ് ഇവിടെ വരണം മുഅ്മിനേ. ഇബ്രാഹിം നബി കണ്ടതിൽ മുഴുവനും ആ ഉറപ്പായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന് അപേക്ഷ വെക്കുമ്പോ കൂടെ രോഗികൾ അപേക്ഷ വെക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പ്രൈവറ്റിലെ ഹജ്ജിന് പോകേണ്ട ഒരു കുടുംബമുണ്ട്. അവരിൽ 2 പേർക്ക് അവസരമുണ്ട്, പക്ഷെ 4 പേർക്ക് ഒരുമിച്ച് പോകണം. അങ്ങനെ ഇരിക്കെ വേക്കൻസി ഇല്ലാതെ ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലാണ്. അപ്പോഴേ ആ സഹോദരിക്കും ഭർത്താവിനും പോവാൻ കഴിയുന്നില്ലല്ലോ. കൂടെ 2 പേരുണ്ട്. അങ്ങനെ 4 പേര്. സഹോദരി ദുആ ചെയ്തു. എന്നോട് പറയാ, ഞാൻ ഒരുപാട് ദുആ ചെയ്തു ഉസ്താദേ. ദുആ ചെയ്ത് 3 ദിവസം മുമ്പ് ഉസ്താദ് അവരുകൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, 2 വേക്കൻസി കൂടി വേഗം വന്നിട്ടുണ്ട്, വേഗം പൈസയുമായി പോന്നോളൂ. നിങ്ങൾക്കറിയുമോ, 4 പേർക്ക് പോവാനുള്ളതിൽ 2 വേക്കൻസിയേ ഉള്ളൂ. 2 കൂടി കിട്ടിയാൽ ആ 4 പേര് പോകൂ. അപ്പൊ ചോദിച്ചു, ആർക്കാ ആ 2 പേര് ഒഴിഞ്ഞു പോയ ആ 2 അവസരം ആരുടേതാ? ഇന്നലെ റിസൾട്ട് വന്ന ഒരു ക്യാൻസർ രോഗിയുണ്ട്. ഉടനെ ഒരു യാത്ര പാടില്ലെന്ന് പറഞ്ഞു. 4ാം സ്റ്റേജിലാ നിൽക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ അവസരം നിങ്ങൾക്ക് തരുന്നു. കേട്ടാൽ ഈമാൻ വർദ്ധിക്കുമോ? നമ്മളൊന്ന് നെടുങ്ങുമോ? ഇങ്ങനെ എത്ര കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിൽ ഒരു യഖീൻ വരുന്നില്ല. ഇബ്രാഹിം നബിയുടെ കണ്ണു തുറന്നുകൊണ്ട് ആകാശത്തിലെ സൂര്യനെ കണ്ടാലും ചന്ദ്രനെ കണ്ടാലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തെ കണ്ടാലും അങ്ങനെ ഒരു ചിന്ത വരുമായിരുന്നു. നമുക്കത് വരുന്നില്ല. അത് വരാനാ റമളാൻ. എന്നാൽ കേട്ടോളൂ, നമുക്കും അങ്ങനെ ഒരു ചിന്ത വരും. അത് എപ്പോഴാണെന്നറിയോ? സമയം കഴിയുമ്പോഴാ. ഇബ്രാഹിം നബിക്ക് വന്ന ചിന്ത വരുന്നത് നമ്മുടെ സമയം കഴിയുമ്പോ. പറ്റിപ്പോയല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. വലിയകൂന മിനൽ മുഖ്നിൻ എന്ന് പറഞ്ഞ യഖീൻ ഇബ്രാഹിം നബിക്ക് കിട്ടിയത് നമുക്ക് കിട്ടുക എപ്പോഴാണെന്നറിയോ? എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ. അല്ലാഹു പറയുന്നു, അൽഹാകുമുത് തകാസുർ. നിങ്ങളൊക്കെ തിരക്കില. അൽഹാകുമുത് തകാസുർ. സമ്പാദിക്കാൻ വേണ്ടിയുള്ള തിരക്ക്, പെരുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം നിങ്ങളെ തിരക്കാക്കിയിരിക്കുക. ഹത്താ സുർതുമുൽ മഖാബിർ. തിരക്കവസാനിക്കുന്നത് മരിക്കുമ്പോഴല്ല. മരിച്ചാലും തിരക്കാണ്. മരിക്കുമ്പോൾ തീരൂല നിന്റെ തിരക്ക്. തിരക്കില്ലാത്ത ആരുമില്ല. ആർക്കും തിരക്കില്ലാത്ത. ഇപ്പൊ പുറത്തേക്ക് എനിക്ക് ഞാൻ നായ ഓടണ കാണാറുണ്ട്. ഇവർക്കെല്ലാം അത്യാവശ്യം ഉണ്ടായിട്ടാണോ? ഇവർ നടന്നു പോകണുണ്ടോ? നായ നടന്നു പോകണ കണ്ടിട്ടുണ്ടോ? സമയമുണ്ട്. സമയം എനിക്ക് കിട്ടണില്ല, അത് ഉപയോഗിക്കാൻ കഴിയണില്ല. അതിനുള്ള കഴിവ് പോയി. സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യനത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ. എന്തൊരു അപ്ഡേഷനാണ് ആ ആയത്തുകൾക്ക് വരുന്നത്. നമ്മൾ ഏത് കാലഘട്ടത്തിൽ കൊണ്ടുപോയി വിട്ടാലും നമ്മൾ ഇങ്ങനെ പോകും.
അങ്ങനെയാണ്. ഏത് കാലഘട്ടത്തിലും നമ്മൾ ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കും. അപ്പൊ ഏറ്റവും നല്ലത് ഈ കാലഘട്ടത്തിൽ ജീവിക്കലാണെന്ന് തോന്നിപ്പോവാ. കാരണം എന്താ, മികത്ത് ഷഹീദിന്റെ കൂലി കിട്ടുന്നത് ഈ കാലഘട്ടത്തിലാണ്. 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിലാണ്. അതൊക്കെ കിട്ടി, എല്ലാം കൂടി കിട്ടിയാലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് തന്നില്ല. അതിൽ അള്ളാഹു വെച്ച ഖൈറതായിരിക്കും. ഏതായാലും ഞാൻ ചുരുക്കുന്നു, നമുക്ക് ഇബ്രാഹിം നബിയുടെ ഉള്ളിൽ തട്ടിയ ഓർമ്മ വരുന്നത് ഖബറിലെത്തുമ്പോഴാണ്. ആ ഓർമ്മ നമുക്ക് വരാ. നിസ്സംശയം സൗഫ തഅലമൂൻ. ജീവിച്ചിരിക്കുന്ന മനുഷ്യ, പിന്നെ നീ അറിയൂട്ടോ, പിന്നെ നീ അറിയും കേട്ടോ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അള്ളാഹു ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് അത്ര ഉറപ്പുള്ള കാര്യത്തില. പിന്നെ നീ അറിയൂട്ടോ, പിന്നെ നീ അറിയൂട്ടോ. എന്താ അറിയുന്നത്? കല്ലാലൗ തഅലമൂന ഇൽമൽ യഖീൻ. ആ പിന്നെ ഖബറിൽ പോയി കിടക്കുമ്പോൾ നീ അറിയുന്നത് നീ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ, നീ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നീ നന്നാവാൻ അത് മതി എന്ന് ഖുർആൻ. എന്നിട്ട് നന്നായോ? ഇല്ല. അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളെ ഇബ്ലീസ് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി അവന്റെ കയ്യിൽ പിടിച്ചിരിക്കാം. എന്നിട്ട് നന്നായോ? ഇല്ല. ഈമാൻ ഹൃദയത്തിൽ കയറിയവരെ അള്ളാഹു ഏറ്റെടുത്തു. ഈമാൻ ഹൃദയത്തിൽ കയറിയവരെ അള്ളാഹു ഏറ്റെടുത്തു. മഹാനായ ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു മഹാനാണ്. ഈമാൻ ഹൃദയത്തിൽ തട്ടിയവരെ അള്ളാഹു ഏറ്റെടുത്തു. അവർക്ക് മരണം പോലുമില്ലാതെ സ്വർഗം, മരിക്കാതെ സ്വർഗത്തിൽ പോവൂലോ. മരിക്കാതെ സ്വർഗത്തിൽ പോയവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പലരെയും പറഞ്ഞിട്ടുണ്ട്. മരിക്കാതെയും സ്വർഗത്തിലേക്ക് പോകാമോ? മരിക്കാതെയും സ്വർഗത്തിലേക്ക് പോയ മഹാന്മാരുണ്ട്. ഒരാണിനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിനെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കാണ്, ഞാൻ പറയാം. സമയം വയ്യ. മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ കുറിച്ച് പറയാം. മസ്ജിദുൽ ഹറമിലാണ് മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഉള്ളത്. ഇപ്പോൾ മസ്ജിദുൽ ഹറമിൽ ആ സമയത്ത് ഫറആ ശാബൻ ഉരിയാനൻ മത്റൂഹൻ മരീദൻ തഹത ഉസ്തുവാനത്തിൻ വലഹു അനീനും മിൻ ഖൽബിൻ ഹസീൻ. പരിശുദ്ധ മസ്ജിദുൽ ഹറമിന്റെ മനോഹരമായ പള്ളിയുടെ തൂണുകളിൽ ഏതോ ഒരു തൂണിന്റെ ചുവട്ടിൽ ഔറത്ത് മാത്രം മറയുന്ന ഒരു വസ്ത്രം ചുറ്റിയ നിലയിൽ അവശനായി, ദുഃഖിതനായി ഒരു ചെറുപ്പക്കാരൻ രോഗം പിടിച്ചുകൊണ്ട് വളഞ്ഞുകൂടി കിടക്കുകയാണ്. മസ്ജിദുൽ ഹറമിന്റെ മനോഹരമായ ഒരു തൂണിന്റെ ചുവട്ടിൽ മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കണ്ടപ്പോൾ അലിവ് തോന്നി. ഒരു ചെറുപ്പക്കാരനല്ലേ, എന്തോ രോഗമുണ്ട്. അനീൻ, അദ്ദേഹത്തിന് ഒരു മുരടലുണ്ട്, ശ്വാസം എടുക്കുന്നതിന്റെ ഒരു ശബ്ദമുണ്ട്. മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാ, ഫദ്ദനൗതു മിൻഹു, അയാളോട് ഞാൻ ചേർന്നിരുന്നു. വസല്ലംതു അലൈഹി, അദ്ദേഹത്തോട് ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം എന്റെ സലാം അടക്കി. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മന്നൻത യാ ഗുലാം, മോനെ നീ ആരാ? മോനെ നീ ആരാ? ചെറുപ്പക്കാരനാണല്ലോ, ചെറുപ്രായമാണല്ലോ, എന്താ നിന്റെ രോഗം? നീ ആരാണ് മോനെ? അദ്ദേഹം പറഞ്ഞു, അന ഗരീബ്, തങ്ങളെ ദിന്നൂനുൽ മിസ്രി എന്ന മഹാനവറുകളെ, ഞാനൊരു പരദേശിയാണ്, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാനൊരു പരദേശിയാണ്. ഞാൻ ഇവിടെ വരെ എത്തിയത് എന്തിനാണെന്നറിയുമോ? അള്ളാനെ പ്രണയിച്ചു വന്നതാ ഞാൻ. എന്നെ സൃഷ്ടിച്ച അള്ളാനെ പ്രണയിച്ചു വന്നതാണ് ഞാൻ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ ഞാൻ നോമ്പെടുക്കുന്നത് എന്നാണ് ഇന്നലെ രാത്രി നമ്മൾ നിയ്യത്ത് വെച്ചത്. നവൈതു സൗമഗദിൻ അന്നദാഇ ഫർദി റമളാനി ഹദിഹി സനതി. ബാക്കി എന്താ? ലില്ലാഹി തആല. ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നവരാ നമ്മൾ. അല്ലാഹു നമ്മുടെ നോമ്പ് കബൂലാക്കട്ടെ. അല്ലാഹുവിന് വേണ്ടി ജീവിച്ച അല്ലാഹുവിനെ പ്രണയിച്ചു വന്നവനാ ഞാൻ. അപ്പോൾ അദ്ദേഹം അല്ലാഹുവിനെ പ്രണയിച്ചാണ് ഇവിടെ വരെ എത്തിയതും ഇങ്ങനെ എത്തിയതെന്നും പറയുന്ന
ആ വർത്തമാനത്തിന്റെ ട്യൂൺ എനിക്ക് മനസ്സിലായെന്ന് മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ്. അദ്ദേഹം പറയുന്ന ട്യൂൺ എനിക്ക് മനസ്സിലായ, അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ എത്തിയതെന്നും എങ്ങനെയാണ് ഈ കോലത്തിലായതെന്നും അദ്ദേഹം പറയുന്നതിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് സന്തോഷത്തോടു കൂടെ പറഞ്ഞു, ചെവിയിൽ പറഞ്ഞു, വാനമിസ്ലുക, മോനെ നീ വിഷമിക്കണ്ട, നീ ജീവിക്കുന്ന പോലെ അല്ലാഹനെ തേടിയുള്ള ജീവിതമാണ് എന്റെ ജീവിതമെന്ന് ലോകം കണ്ട സൂഫിയായ ദിന്നൂനുൽ മിസ്രി പറയുന്ന കേട്ടപ്പോ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു പോയി. ഒരിക്കലുമല്ല, അങ്ങയെപ്പോലത്തെ ഒരു മഹാനെ പോലെ എന്നെ ഉപമിക്കലേ, അങ്ങയെപ്പോലെ ഒരിക്കലും ഞാനല്ല. അദ്ദേഹം വാവിട്ട് കരഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, ഒരിക്കലും അങ്ങനെ പറയല്ലേ, അങ്ങയെ പോലെ അല്ലല്ലോ ഞാൻ, ഒരിക്കലും ഞാൻ അതിനുള്ള യോഗ്യത ഉള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായ കരച്ചിൽ കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കൂടെ ഞാനും കരഞ്ഞുപോയേ, ആ മോന്റെ കൂടെ ഞാനും കരഞ്ഞുപോയി. അവസാനം ആ കരച്ചിൽ ആ ചെറുപ്പക്കാരൻ അസ്വസ്ഥതപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്നെ പോലെയാണ് താങ്കൾ എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, താങ്കൾ കരഞ്ഞതിന്റെ പേരിലാ ഞാൻ കരഞ്ഞത്. അങ്ങനെ തന്നെയാ മോനെ, നിന്നെ പോലെയാ ഞാനും ജീവിക്കുന്നത്. പിന്നെ ശക്തിയായി കരഞ്ഞോ. ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നത്തെ കരച്ചിൽ ഒരു അട്ടഹാസമായ ഒരൊറ്റ ശബ്ദമായി. ഫഖറജത് റൂഹുഹു, മസ്ജിദുൽ ഹറമിന്റെ തൂണിന്റെ ചുവട്ടിൽ വളഞ്ഞുകൂടി കിടക്കുന്ന പട്ടിണി കോലത്തിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ആ ഒരൊറ്റ അട്ടഹാസത്താൽ ഇപ്പോൾ അദ്ദേഹം അവിടെ മരണപ്പെട്ടു. ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ആ സമയം ഈ മയ്യത്ത് കുളിപ്പിക്കണമല്ലോ, ഈ മയ്യത്ത് കഫൻ ചെയ്യണമല്ലോ. ആദ്യം വേണ്ടത് അതിനുള്ള സൗകര്യം ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ മയ്യത്ത് ഇവിടെ വളഞ്ഞുകൂടി കിടക്കുന്നത്, ഇത് മരിച്ചതാണെന്ന് ആർക്കും തോന്നൂല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഫഖറജതു മിൻ ഇൻദിഹി ലിതലബിൽ കഫനി ഫസ്തറൈതുൽ കഫനാ. ഇദ്ദേഹത്തെ മറവ് ചെയ്യാനുള്ള, കുളിപ്പിക്കാനുള്ള ഇടം ഞാൻ കണ്ടെത്തി. മറവ് ചെയ്യാനുള്ള കഫൻ പുടവ വാങ്ങാൻ ഞാൻ പുറത്തു പോയി. കഫൻ പുടവയും വാങ്ങി ഞാൻ തിരിച്ചു വന്നു. വറജഅതു ഇലൈഹി, ഞാൻ വന്നു ആ തൂണിന്റെ ചുവട്ടിൽ നോക്കി. അല്ലാ ഫലം അജിദുഹു ഫീ മകാനിഹി, ആ മയ്യത്ത് കിടന്നോടത്ത് ആ മയ്യത്ത് കാണുന്നില്ല. അല്ലാഹുവേ, എന്തൊരു മറിമായം! ആ മയ്യത്ത് കിടക്കുന്നോടത്ത് മയ്യത്ത് കാണുന്നില്ല. മസ്ജിദുൽ ഹറമല്ലേ. ഞാൻ എന്റെ റബ്ബിനോട് കൈ ഉയർത്തി അങ്ങ് ചോദിക്കാൻ തുടങ്ങി, അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം! എവിടെ പോയി തമ്പുരാനെ? ഈ മയ്യത്ത് മറവ് ചെയ്യൽ എന്റെ ഫർദായ ബാധ്യതയല്ലേ? ഞാൻ കുറെ അങ്ങ് ദുആ ചെയ്യാൻ തുടങ്ങി. ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഗസ്സാലി അവിടുത്തെ മുകാശഫയിലും ഇഹ്യയിലും പറയുന്നുണ്ട്. ഞാൻ അങ്ങ് കുറെ ദ്വാരുന്നു. പെട്ടെന്ന് ആ അന്തരീക്ഷത്തിൽ നിന്നും ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ദിന്നൂനുൽ മിസ്രി പറയാണ്, ഉസ്താദ്, അന്തരീക്ഷത്തിൽ നിന്നും ശബ്ദം കേൾക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ കാണാത്തവരുടെ ശബ്ദം കേൾക്കുമെന്ന് ഖുർആൻ അങ്ങനെയുണ്ടോ? ഉണ്ട്. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ إِنَّ اللَّهَ اصْطَفَاكِ وَطَهَّرَكِ. മറിയം ബീവിയുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട്, ഇന്നല്ലാഹ ഇസ്തഫാകി, നിന്നെ അല്ലാഹ് തെരഞ്ഞെടുത്തു എന്ന്, നിന്നെ എന്ന് പറയണമെങ്കിൽ മുന്നിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഖിതാബ്, നിന്നെ എന്ന് പറയണമെങ്കിൽ മുന്നിൽ നിന്ന് പറയണം. നമ്മൾ കാണാത്ത രൂപങ്ങൾ നമ്മോട് ശബ്ദിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന് വഹയി വരുമ്പോൾ ജിബ്രീലിന്റെ ശബ്ദം കേൾക്കുമായിരുന്നുവെന്ന് മഹാനവറുകളുടെ മനാഖിബിൽ കാണാം. അടുപ്പം കൂടിയാൽ കേൾക്കും. അടുപ്പം കൂടിയാൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഹാദാ ജിബ്രീൽ വഹുവ യുഖരിഉ അലൈകിസ് സലാം. സഹീഹുൽ ബുഖാരി. ജിബ്രീൽ എൻ്റെ അടുത്തുണ്ട് പെണ്ണേ, നിനക്ക് ജിബ്രീലിന്റെ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് പെണ്ണേ. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് 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 നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവര് മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞു.
കൺകൂടവട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. കാണണമെന്നില്ല, ഈ ശബ്ദം കേൾക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു അശരീരി കേട്ടു, ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു. എന്താണ് അശരീരി എന്നറിയോ? ഞാൻ അവസാനിപ്പിക്ക. മഹാനവറുകൾ പറയാ, അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്ന ശബ്ദാണിത്. ഈ അശരീരി എന്ന് പറഞ്ഞ ശരീരമില്ലാത്ത ശബ്ദമാണ്. അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയാണ്, അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയാണ്. എന്താണെന്നറിയുമോ? ഉത്തുറുക്കാനി വസ്മൻസരിഫാ ഇലാ സാഹിബികുമാ. വിളിച്ചു പറയുകയാണ്, മലക്ക് വിളിച്ചു പറയുകയാണ്. ഹാത്തിഫൻ ഫസമിഅതു ഹാത്തിഫൻ യഖൂലു യാ ദന്നൂനി, ഓ ദിന്നൂനൽ മിസ്രി എന്നവരെ, ഇന്ന ഹാദൽ ഗരീബ് അല്ലദീ തലബഹു ശൈത്വാനു ഫിദ്ദുനിയാ ഫമാ വജദഹു. ആരാണ് ഈ മരിച്ചു വീണ ചെറുപ്പക്കാരൻ എന്നറിയോ? ആയുസ് മുഴുവൻ ഇബ്ലീസ് പിന്നാലെ നടന്നു. ഇബ്ലീസിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, അയാളൊന്ന് പിടികൂടാൻ വേണ്ടി ഇബ്ലീസ് പിന്നാലെ നടന്നിട്ട് പിടികൊടുക്കാത്ത ആളായി വന്നു കിടന്നത്. ഇബ്ലീസിനെ നമ്മൾ വിട്ടിട്ടില്ല. ഇബ്ലീസ് ഈ മഹാനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടി കുറെ കാലം. ആയുസ്സിന് ഇതുവരെ പിടികൊടുത്തിട്ടില്ല. ഇബ്ലീസിന് പിടികൊടുക്കാത്ത മഹാനാണ് ഈ വന്നു കിടന്ന മഹാൻ. വതലബഹു മലക്കുൻ ഫലം യറഹു. മലക്കും കുറെ നാള് തേടി നടന്നു, പക്ഷെ മലക്കിനും പിടികൊടുത്തിട്ടില്ല. വതലബഹു റിദ്വാനു ഫിൽ ജന്ന. അങ്ങനെ ഇരിക്കെ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ഇവിടെ അന്വേഷിച്ചു വന്ന് ഈ മഹാനെ നേരെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ റിദ്വാൻ എന്ന മലക്കിനും ഈ മഹാൻ പിടികൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഫമാ വജദഹു ഖുൽതു ഫഅയ്ന ഹുവ. അപ്പോൾ ആ അശരീരിയോട് ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, എങ്ങനെയെങ്കിൽ ആ മഹാനെവിടെ? അപ്പോൾ അശരീരി പറഞ്ഞു, ഹുവ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സൂറത്തുൽ ഖമറിന്റെ 55-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു അവന്റെ സോപാനത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ അടുക്കിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന മഹാന്മാരുണ്ട്. അതിൽപ്പെട്ട മഹാനാ. അവരെ സ്വർഗത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല, ഭൂമിയിൽ കണ്ടുകൊള്ളണമെന്നില്ല, ആകാശത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല, നരകത്തിലില്ല, പിശാചിന്റെ വലയത്തിലില്ല, മലക്കുകളുടെ സഞ്ചയത്തിൽ അവരില്ല. അവർ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാ. അവിടേക്കാക്കുണ്ടാവാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ പേരിൽ പറയാണ്, അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നവർ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് പോലും അവിടെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഇവിടെ വരും വരെ മഹാനവറുകളെ പോലും കണ്ണുവെട്ടിച്ച് സ്വർഗത്തിലേക്ക് പോയ മഹാന്മാരുണ്ട്. രണ്ടാളെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا طائركم معكم أن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة. ആരെക്കുറിച്ചായി പറയുന്നത്? ഈസാ നബിയുടെ 2 സ്വഹാബികൾ വന്നുകൊണ്ട് ഇറ്റലിയിലെ അന്താക്കിയ നാട്ടിലേക്ക് ദീൻ പറയാൻ ചെന്നു. അന്താക്കിയ നാട് ഇന്നത്തെ മാർപ്പാപ്പ ഇരിക്കുന്ന സ്ഥലം. അവിടേക്ക് ദീൻ പറയാൻ വേണ്ടിയിട്ട് ഈസാ നബിയുടെ സ്വഹാബികൾ ചെല്ലുമ്പോ ആ നാടിന്റെ അതിര് കടക്കുമ്പോൾ പാടത്ത് കൊത്തും കിളയുമായി നിൽക്കുന്ന ഒരു വയസ്സനെ കണ്ടു, ഒരു പ്രായമുള്ള ആള്. ആ മഹാന്റെ പേരാണ് ഹബീബുൻ നജ്ജാർ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സയ്യിദ് സൂറത്ത് യാസീൻ, സൂറത്ത് യാസീന്റെ നായകനാണ് മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഈസാ നബിയുടെ സ്വഹാബിയാണ്. വഴിയോരത്ത് വെച്ചുകൊണ്ട് ഈസാ നബിയുടെ സ്വഹാബികള് ഈ വൃദ്ധനെ കണ്ട് അള്ളാനെ കുറിച്ച് പറഞ്ഞു, ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു. ആ കയ്യിലടിച്ച് സത്യം ചെയ്തു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ഈസാ നബിയുടെ സ്വഹാബിയായി കൂടെയുണ്ട്. ഈസാ നബിയുടെ സമൂഹത്തില് ഈമാൻ കൊണ്ട ഒരു കാരണവരാണ് ഹബീബുൻ നജ്ജാർ. ആ മഹാനവറുകൾ സ്വഹാബികളായി വന്ന ഈ 2 പേരെ കൊട്ടാരത്തിലെ രാജാവ് കൊല്ലുമെന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക്
പട്ടണത്തിന്റെ ഇങ്ങേയറ്റത്ത് നിന്നും ഓടി അങ്ങോട്ട് ചെന്ന് കൊട്ടാരത്തിന്റെ സോപാനങ്ങളുടെ മുന്നിൽ നിന്ന് രാജാവിന്റെ മുന്നിൽ ആ പടുകളവൻ അള്ളാഹ്ക്ക് വേണ്ടി സംസാരിച്ച വർത്തമാനം പറഞ്ഞ കരുത്തുറ്റ ചങ്കൂറ്റത്തിന്റെ പ്രതീകം. ആ മഹാനായ മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ചു. ഈ വൃദ്ധൻ ഈ നാട്ടിലെ കർഷകൻ രാജാവിനോട് സംസാരിക്കുന്നു. വരുത്തന്മാരായ ഈസാ നബിയുടെ സ്വഹാബികൾ എന്ന് പറഞ്ഞു വന്ന ഈ വരുത്തന്മാരായ തൗഹീദ് പറയാൻ വന്ന സ്വഹാബികൾക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ പടുകളുവൻ രാജാവിനോട് സംസാരിക്കുന്നുവോ കൊല്ലാൻ തീരുമാനിച്ചപ്പോ അള്ളാഹു ആ മഹാനോട് നേർക്ക് നേരെ മലക്കിനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഖീല ദുഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ വമാ അൻസൽനാ. ഓതി നോക്കൂ സഹോദര, അല്ലാഹു പറഞ്ഞു ഖീല ദുഖുലിൽ ജന്ന, മരിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഴുവനും പറഞ്ഞു മരിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പോയ മഹാനാണ്. സൂറത്ത് യാസീനിൽ പറയപ്പെട്ട ഈ മഹാൻ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു പെണ്ണുണ്ട്, സൂറത്ത് തഹരീമിൽ പറയുന്നുണ്ട് മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഫറോവയുടെ പട്ടാളക്കാർ വലിയ ഒരു കല്ല് കൊണ്ടുവന്ന ആ ശരീരത്തിലേക്ക് ഇട്ട് കൊന്നു എന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നതിന് മുന്നേ ആ കിരാതമായ അവസ്ഥയിലേക്ക് ആ ശരീരത്തെ അള്ളാഹു വെച്ചു കൊടുത്തില്ല. ഇബ്നു കസീർ, ഇബ്നു തീമിയുടെ ശിഷ്യൻ ഇബ്നു കസീർ രേഖപ്പെടുത്തി മഹദി അവர்கள் ജീവനോടുകൂടെ സ്വർഗത്തിലേക്ക് പറന്നേ. സൂറത്ത് തഹരീബിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തി അള്ളാഹു ഹൃദയത്തിൽ കയറിയാൽ പറക്കും. അള്ളാഹു ഹൃദയത്തിൽ കയറിയാൽ പറക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറക്കണ്ട, നോമ്പൊന്നും മര്യാദക്കായാ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുറ്റമറ്റ നിലയിൽ. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ ചുരുക്കത്തിലേ ഉള്ളൂ, എന്ത് പറയുമ്പോഴും അള്ളാഹു ഇത് കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കുമോ? വേണ്ട, അങ്ങനെ എന്തിക്കണ്ട. ഈ പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹ് എനിക്ക് കൂലി തരോ? ഇല്ല. കൂലി തരാത്തതാണെങ്കിൽ ഞാൻ ഇനി അത് പറയൂല. ഞാൻ അവിടെ പോയി നിന്നാൽ അതിന്റെ പേരിൽ അള്ളാഹ് എനിക്ക് കൂലി തരോ? ഇല്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോണില്ല. ഇതിനാണ് അമലുസ് സ്വാലിഹാത്ത് എന്ന് പറയാം. അത് നിരന്തരം ഉണ്ടാവും. അമലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം ഉണ്ടാവും. ഫിഇലല്ല അമലാണ്. അമലിനെ അമൽ എന്നാ പറഞ്ഞ, ഫിഇൽ എന്നല്ല. ഫിഇൽ അമലാക്കണം, പ്രവർത്തികൾ മുഴുവനും അമലാക്കണം. അല്ലാഹു നസീബാക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലാ. പുണ്യ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഞങ്ങളുടെ അമലിൽ നിന്റെ പൊരുത്തം തരണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ കൂടിയിരുന്ന ആമീൻ പറയുന്ന സഹോദരങ്ങളിലും സഹോദരിമാരിലും എല്ലാ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ നോമ്പുകൾക്ക് നീ വലിയ പരിഗണന നൽകണേ അല്ലാ. മരിച്ചവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. എക്സാം അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് എളുപ്പമാക്കുക അല്ലാ. ഒരുപാട് പേരുടെ ആണ്ട് ദിവസങ്ങളാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ, വരുന്ന ദിവസങ്ങൾ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. മഗ്ഫിറത്ത് നൽകു അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതല്ലേ, നീ വീട്ടണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. കിഡ്നി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം കൊടുത്ത് സ്വർഗം ഉറപ്പുവരുത്തുമ്പോൾ നിന്റെ സ്വർഗം കിട്ടുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഈ മഹല്ലിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ.
എത്ര കാലങ്ങളായി ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ മഹലിൽ വന്ന് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാറുണ്ട്. അള്ളാഹുവേ, ഈ നാട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട്, ഇവിടുത്തെ പ്രവർത്തകരോട് എനിക്ക് കടപ്പാടുണ്ട്. അള്ളാഹുവേ റബ്ബേ, ഈ പ്രവർത്തനങ്ങൾ അനുഗ്രഹീതമായ റമദാൻ പ്രഭാഷണത്തിന്റെ സദസ്സിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം നീ കബൂലാക്ക് അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم رب صل عليه وسلم